പ്രശ്നങ്ങളും പ്രത്യേകിച്ച് തെരുവോര കച്ചവടക്കാരൊക്കെ ധാരാളമുണ്ട്. അവർക്ക് നമ്മൾ വെൻഡിങ് സോൺ തിരിച്ചു കൊടുത്തിട്ട് പോലും അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ ഇന്നത്തെ ട്രാഫിക് കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ വെൻഡിങ് കമ്മിറ്റി നമ്മൾ അടുത്ത ദിവസം തന്നെ വിളിച്ച് ചേർത്ത് ആ ഒരു പ്രശ്നം പരിഹരിക്കും. കൂടാതെ നമുക്കിവിടെ ബസ് അസോസിയേഷന് ഇവിടെ സംഘടനയില്ല. അപ്പം ഞാൻ മുഴുവൻ ബസ്സിൻ്റെയും ഓണർമാരെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം പലതരത്തിലുള്ള എല്ലാവരോടെ ചേരുമ്പോഴേ എല്ലാം ആകുള്ളൂ എന്ന് പറഞ്ഞതുപോലെ എല്ലാവരുടെയും ഒരു സഹകരണം ആദ്യമേ തന്നെ നഗരസഭാ ചെയർപേഴ്സണിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഈരാറ്റുപേട്ടയിൽ 13 ഓട്ടോക്കളങ്ങളാണ് അംഗീകരിച്ച ഓട്ടോ സ്റ്റാൻഡായിട്ടുള്ളത്. പക്ഷേ കച്ചവടക്കാർ ധാരാളം ഓട്ടോകൾ കൊണ്ടുവിടുകയും അതിലേക്ക് അവർക്ക് ഒരു തുച്ഛമായ വാടക മതി. ആ വാടകയ്ക്ക് എടുക്കാനായിട്ട് യാതൊരു പെർമിറ്റോ അല്ലെങ്കിൽ ഓട്ടോക്കളത്തിൻ്റെയോ യാതൊരു ഇതുമില്ലാതെ അനധികൃതമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമുള്ളവരും പോയി ആ വാഹനം എടുത്തുകൊണ്ട് വന്ന് ഈ ബസ്സിന് ചുറ്റും കിടന്ന് കറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഒരു വലിയൊരു ബ്ലോക്കായിട്ട് പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ കച്ചവടക്കാരൊക്കെ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. അവരൊക്കെ നമുക്ക് ഉള്ളിലേക്ക് വലിപ്പിച്ച് വെച്ച് യാത്രകൾ, സഞ്ചാര സ്വാതന്ത്ര്യം എല്ലാം ഓരോ ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അപ്പോൾ അത് നമ്മൾ നിഷേധിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ആ സഞ്ചാര സ്വാതന്ത്ര്യത്തോടൊപ്പം എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ നമുക്ക് നിഷേധിക്കാനും പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഗതാഗത പരിഷ്കരണം നടത്തിയേ പറ്റത്തുള്ളൂ. അപ്പോൾ പല പ്രാവശ്യം നമ്മളെക്കാൾ കൊച്ചു പഞ്ചായത്തുകൾ പോലും ട്രാഫിക് യൂണിറ്റുകളുണ്ട്. പലപ്പോഴും ഈരാറ്റുപേട്ട ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ട്രാഫിക് യൂണിറ്റുകളില്ല. പലപ്പോഴും ഞങ്ങൾ ഫൈസലിനോടും ഒക്കെ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഉൾപ്പെടുന്ന പ്രദാനം ചെയ്യുന്ന പാർട്ടികളോടൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇപ്പോഴും തന്നെ പലപ്പോഴും അത് LDF UDF ഒന്നുമില്ല. പലപ്പോഴും നമുക്ക് നാളെ വരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിൽ നമ്മൾ ചുമതലപ്പെടുത്തി വയ്ക്കാം. ഇവരുടെ ഒരു സാലറി നൽകി വേജസ് നൽകിക്കൊണ്ട് അതിന് നമ്മുടെ വ്യാപാര സുഹൃത്തുക്കളായിട്ടുള്ള നമ്മുടെ MA കാതിരാക്കായും അതുമായിട്ട് ഞങ്ങൾ ഈ ട്രാഫിക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ടല്ലാതെ അനൗദ്യോഗികമായിട്ട് ചർച്ച ചെയ്യുമ്പോഴും അദ്ദേഹവും അതിനെ സ്വാഗതം ചെയ്തതിനും അവരും വേണ്ട സഹകരണമൊക്കെ നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നിലവിലുള്ള സംവിധാനങ്ങളെ പരിപോഷിപ്പിച്ചുകൊണ്ട് മാത്രമേ കിട്ടാത്തതിനെ കുറിച്ച് ആകുലപ്പെട്ട് നമ്മൾ നിരാശരായിക്കൊണ്ടിരിക്കാതെ കിട്ടുന്ന സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ ഗതാഗത പരിഷ്കരണം നടത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവുകൾ ഇപ്പോൾ ഓരോ ഓട്ടോക്കാരും അല്ലെങ്കിൽ ഓട്ടോക്കളം മാറ്റണമെന്നുള്ളൊരു നിർദ്ദേശങ്ങൾ, അതുപോലെ എന്താ പറയണ്ടേ ഉന്തുവണ്ടി കച്ചവടക്കാരെ മാറ്റുന്ന നിർദ്ദേശങ്ങൾ, അതൊക്കെ വ്യാപാര സുഹൃത്തുക്കൾ അവർ വലിയ രീതിയിൽ വാടകയും എടുത്ത് ലൈസൻസും ഒക്കെ എടുത്ത് നിയമാനുസൃതം കച്ചവടം ചെയ്യുമ്പോൾ അവരുടെ മുന്നിലേക്ക് ഉന്തുവണ്ടിയൊക്കെ ആയിട്ട് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിലവിലുണ്ട്. അപ്പോൾ പലപ്പോഴും അതൊക്കെ നടപ്പിലാക്കാൻ പറ്റാതെ നമ്മുടെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളൊക്കെ നട്ടം തിരിയുന്ന ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമുക്കൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണണം. ബസ്സുകാർ നമ്മളോട് സഹകരണം ഉണ്ടാകണം, ഓട്ടോറിക്ഷ തൊഴിലാളികൾ നമ്മളോട് സഹകരണം ഉണ്ടാകണം, അതുപോലെ തന്നെ വ്യാപാര സുഹൃത്തുക്കൾ, അതുപോലെ ഓരോ നമ്മുടെ നഗരവുമായിട്ട് നടക്കുന്ന എല്ലാ കച്ചവട മേഖലകളിലുള്ളവരും, കൂടാതെ നമ്മൾ പബ്ലിക്കും, അത് രാഷ്ട്രീയം മറന്നുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട MLA നിർദ്ദേശാനുസരണം നമുക്ക് ഈ ഒരു ട്രാഫിക് കമ്മിറ്റി മികവുറ്റതാക്കിക്കൊണ്ട് എപ്പോഴും നമ്മൾ കൂടി, കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു 7 തീരുമാനം മാത്രം, വലിയൊരു ജംബോ കമ്മിറ്റി പോലൊന്നും നമ്മൾ തീരുമാനമെടുത്തില്ല. 7 തീരുമാനം മാത്രം എടുത്തിട്ട് പോലും നമുക്ക് നടപ്പിലാക്കാൻ പറ്റാത്ത സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ പലപ്പോഴും ആ ഒരു എന്താ പറയണ്ടേ ആ നടപ്പിലാക്കാത്തൊരു ട്രാഫിക് കമ്മിറ്റിയായി മാറാതെ ഒരു കാര്യമേ ഉള്ളൂ, നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു ട്രാഫിക് കമ്മിറ്റിയായിട്ട് നമുക്ക് ഈ ട്രാഫിക് കമ്മിറ്റി മാറണം എന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നഗരസഭാ ചെയർപേഴ്സൺ നില അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനനായ MLA നമ്മൾ ജീവിക്കുന്ന ഈരാറ്റുപേട്ട നഗരത്തിൻ്റെ മുന്നോട്ടുള്ള നല്ല നിലയിലുള്ള ജനജീവിതത്തിനും പുരോഗതിക്കും വികസനത്തിനുമെല്ലാം ഉപകരിക്കേണ്ട, അതിനൊക്കെ അടിത്തറയാവേണ്ട ഗൗരവതരമായ ചില തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു യോഗം എന്ന് ഈ യോഗത്തെ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പട്ടണത്തിൽ നല്ല നിലയിൽ സാമൂഹ്യ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ ഗതാഗത തടസ്സമില്ലാതെ സുഗമമായി വാഹനങ്ങൾക്കും ആളുകൾക്കും സഞ്ചരിക്കാൻ കഴിയണം. അത് ഒരു മനുഷ്യാവകാശം കൂടിയാണ്. അതിന് വിഘാതമാകുന്ന സാഹചര്യങ്ങളുണ്ട് എങ്കിൽ അത് ഒഴിവാക്കാൻ, പരിഹരിക്കാൻ നമുക്കൊക്കെ ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റലാണ് നമ്മുടെ ഈ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. നമ്മുടെ നഗരത്തിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് ആളുകൾ വളരെയധികമുണ്ട്, അതനുസരിച്ചുള്ള സ്ഥല സൗകര്യമില്ല. നമുക്കറിയാം ഏഷ്യയിലെ തന്നെ ഏറ്റവും അധികം ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ജനസാന്ദ്രത കൂടിയ
മുനിസിപ്പാലിറ്റിയാണ് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി. അപ്പം അത്രയേറെ ആളുകൾ, ഏതാണ്ട് 7.5 സ്ക്വയർ കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ 50,000 ജനങ്ങൾ, 1,00,000 ജനങ്ങൾ തിങ്ങിപ്പാർക്കുകയാണ്. ഏതാണ്ട് 2,000-2,500 വ്യാപാര സ്ഥാപനങ്ങൾ ഈ നഗരത്തിനകത്ത് മാത്രം പ്രവർത്തിക്കുന്നുണ്ട്. വാഹനങ്ങളുടെ എണ്ണത്തിൻ്റെ ഒരു കണക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് MBAക്ക് അറിയാമോ? ഇല്ല, ഈ ഭാഗത്തെ മാത്രമേ. എങ്കിലും ഒരു കാര്യം എനിക്കറിയാം, കോട്ടയം ജില്ലയിൽ ഏറ്റവും അധികം വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഈരാറ്റുപേട്ടയിൽ നിന്നാണ്. വാഹന വ്യവസായവും. അപ്പോൾ ഒരേ സമയം ആളുകൾ കൂടുതലാണ്, വാഹനങ്ങൾ കൂടുതലാണ്. പക്ഷെ അതിനുള്ള സൗകര്യം ഏറ്റവും പരിമിതവുമാണ്. നമ്മുടെ തൊട്ടടുത്ത നഗരങ്ങളെ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ വഴി സൗകര്യവും സ്ഥല സൗകര്യവും നമുക്ക് കുറവാണ്. ഈ പ്രതിസന്ധി, ആളുകളും വാഹനവും കൂടുതൽ, വഴി സൗകര്യവും സ്ഥല സൗകര്യവും കുറവ്, വ്യാപാര സ്ഥാപനങ്ങളും കൂടുതൽ. അപ്പൊ ഇവിടെ എങ്ങനെ ഇത് നല്ല നിലയിൽ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് ഈ യോഗത്തിന്റെ മുമ്പിലുള്ള ചർച്ചാ വിഷയം. അതിന് എനിക്ക് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് പറയാനുള്ളത്, ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തരും, ഉദ്യോഗസ്ഥർ അവരുടെ ഭാഗത്തുനിന്ന്, ജനപ്രതിനിധികൾ അവരുടെ ഭാഗത്തുനിന്ന്, വിവിധ സംഘടനാ നേതാക്കളും വ്യാപാരി നേതാക്കളും ഒക്കെ അവരുടെ ഭാഗത്തുനിന്ന് നിർദ്ദേശങ്ങൾ. നമ്മളെല്ലാവരും പ്രസംഗിക്കാൻ പോയാൽ ഇന്ന് വൈകിട്ട് 5 മണി 6 മണി ആയാലും നമുക്ക് പിരിയാൻ പറ്റില്ല. അതുകൊണ്ട് അഭിസംബോധനയോ പ്രസംഗമോ മറ്റു വിശദീകരണമോ ഒന്നും വേണ്ട. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഈ പറഞ്ഞ നമ്മുടെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന്, ഇന്നടത്ത് ഇന്ന ഇഷ്യൂ ഉണ്ട്, അതായത് ബസ് സ്റ്റോപ്പ് തെറ്റിച്ചാണ് വണ്ടി ബസ് നിർത്തുന്നത്, അതുകൊണ്ട് ഇന്ന ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, പാർക്കിംഗ് അനധികൃതമായി ഇന്നടത്തുണ്ട്, അല്ലെങ്കിൽ ഇന്നടത്ത് പൊതുവഴി കയ്യേറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ കൈകാര്യം ഇന്ന രീതിയിൽ ഒരു രീതി അവലംബിച്ചാൽ കുറെ കൂടെ മികച്ച രീതി, അങ്ങനെയുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയാകും. ആ നിർദ്ദേശങ്ങൾ ഇവിടെ ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഒരാൾ, സെക്രട്ടറി ആരെങ്കിലും ഒരാൾ കൃത്യമായി നോട്ട് ചെയ്യണം. നോട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റും. ഇപ്പം എല്ലാവരും നിർദ്ദേശിക്കുന്നത് നമുക്ക് ഒരുപക്ഷെ സ്വീകരിക്കാൻ പറ്റില്ല, ചിലപ്പോൾ അതിന് എതിർപ്പുള്ളതുണ്ടാവാം, പ്രായോഗികമല്ലാത്തതുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നത് അവസാനം ഒരു തീരുമാനം എടുക്കണം. അത് കൂട്ടായ ഒരു തീരുമാനം, എല്ലാവരുടെയും കൂടെ അഭിപ്രായത്തിന്റെ വെളിച്ചത്തിൽ തീരുമാനം എടുക്കണം. ആ എടുക്കുന്ന തീരുമാനം കൃത്യമായി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ, പോലീസിന്റെ നിർബന്ധപൂർവമായ ഇടപെടലിലൂടെ, മോട്ടോർ വാഹന ഗതാഗത വകുപ്പിന്റെ കൃത്യമായ ഇടപെടലിലൂടെ, മറ്റ് റവന്യൂ വകുപ്പിന്റെ അടക്കം നമ്മളെല്ലാവരും ചേർന്ന് കൃത്യമായി നടപ്പിലാക്കണം. അതിനകത്ത് ആരെങ്കിലും അവരുടെ അനിഷ്ടം അല്ലെങ്കിൽ അവരുടെ അസൗകര്യം പ്രമാണിച്ച് എതിർക്കാൻ വന്നാൽ ഒരു സാമൂഹിക നന്മയെ കരുതി ആ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകണം. നമ്മൾ പലപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ ജനപ്രതിനിധികളൊക്കെ പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എന്തെങ്കിലുമൊക്കെ നിയമലംഘനം പറഞ്ഞാൽ മോഷണം, കളവ്, അങ്ങനെയുള്ള നിയമലംഘനമല്ല ഞാൻ പറഞ്ഞു. ഇത്തരം കാര്യങ്ങളിൽ പലപ്പോഴും നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ, നമ്മുടെ പാർട്ടിയിൽപ്പെട്ടവർ അല്ലെ നമ്മുടെ അടുത്ത് വന്ന് ശുപാർശയായി വരുമ്പോൾ ഞാനടക്കം എല്ലാ ജനപ്രതിനിധികളും ആ കാര്യത്തിൽ പാലിക്കേണ്ട ഒരു കാര്യം എനിക്ക് നിർദ്ദേശം, നാടിന്റെ നന്മയെ കരുതി അങ്ങനെ ആരുടെയെങ്കിലും ഒരു താല്പര്യത്തിന് വേണ്ടി, വ്യക്തി താല്പര്യത്തിനോ സ്വകാര്യ സ്വാർത്ഥ താല്പര്യത്തിനോ വേണ്ടി നമ്മൾ ഒരു പൊതു നന്മ ബലി കഴിക്കുന്ന ഒരു സമീപനം, അതിന് 1-2 പേര് മുഷിയട്ടെ എന്ന് വയ്ക്കുക. പക്ഷെ നമ്മളൊരു പൊതു നന്മയ്ക്ക് വേണ്ടി ആ ഒരു ആർജവം എല്ലാവരും കാണിക്കുകയും ഉദ്യോഗസ്ഥരെ അക്കാര്യത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ നമുക്ക് അനുവദിക്കും. നമ്മൾ ഇവിടുത്തെ ഒരു തീരുമാനം നടപ്പിലാക്കാൻ CI പോലീസ് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ തന്നെ വിളിച്ചേച്ച് അത് വേണ്ട കേട്ടോ, നമ്മുടെ ആളാ കോട്ടയം, ഇത്തവണത്തേന് കണ്ണടച്ചേരെ എന്ന് പറയുന്ന ഒരു സ്ഥിതി വന്നാൽ പിന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനം വെള്ളത്തിൽ വരച്ച വര പോലെ ആവും. അതുകൊണ്ട് ആ രീതിയിലേക്ക് പോകരുത്. അങ്ങനെ പോയാൽ നമ്മുടെ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ എല്ലാവരും അത് പാലിക്കണം, ഞാനടക്കം നമ്മളെല്ലാവരും അത് പാലിച്ച് അക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവരും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ പറയുക, അത് നോട്ട് ചെയ്യുക, അതിൽ നിന്ന് എല്ലാവർക്കും സ്വീകാര്യമായത് ഉചിതമെന്ന് തോന്നുന്ന ഇവിടെ തീരുമാനം എടുക്കുന്ന തീരുമാനങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കുക. ആ രീതിയിൽ മുന്നോട്ട് പോകാം. അപ്പം അക്കാര്യത്തിൽ എനിക്ക് പൊതുവെ ചില കാര്യങ്ങൾ പറയാനുള്ളത് ഞാൻ ആദ്യമായി സൂചിപ്പിക്കാം. നമുക്കൊന്ന് കൂടുതൽ ഗതാഗത സൗകര്യം വർദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ വിട്ടിരിക്കുന്ന ആരുമല്ല, ഞങ്ങളൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള റിംഗ് റോഡുകൾ എന്ന് പറഞ്ഞാൽ ടൗണിനുള്ളിലേക്ക് വരാതെ, ഇപ്പോൾ പാലായ്ക്കൊന്ന് പോകണം, അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളിക്കൊന്ന് പോകണം, തെടനാട്ടേക്കൊന്ന് പോകണം, ഒരാൾക്ക് നടക്കൽ ഭാഗത്തുനിന്ന് ഏതെങ്കിലുമൊക്കെ ഭാഗത്തുനിന്ന് ടൗണിനകത്തൂടെ കയറാതെ തന്നെ പോകാൻ സൗകര്യപ്രദമായ വഴിയുണ്ടെങ്കിൽ അവർക്ക് ടൗണിനകത്തൂടെ വരണ്ട, ഒരു വാഹനം അവിടെ നിന്ന് ഒഴിവാക്കി കിട്ടി, അവർക്ക് സ്മൂത്തായിട്ട് പോവില്ല. അപ്പൊ ചുരുക്കത്തിൽ ഓരോ കൗൺസിലർമാരും അത്തരം റിംഗ് റോഡുകൾ, നഗരത്തിന്റെ ഗതാഗത കുരുക്ക് വർദ്ധിക്കുന്ന രീതിയിൽ വാഹനങ്ങൾ നഗരത്തിനുള്ളിലേക്ക് അല്ലെ മെയിൻ റോഡിലേക്ക്, നമ്മുടെ പൂഞ്ഞാർ ഏറ്റുമാനൂർ ഹൈവേ ആണ് നമ്മുടെ മെയിൻ ഒരു റോഡ്, പിന്നെ ഒന്ന് കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരങ്കൽ റോഡാണ്, അതിന്റെ കുറച്ച് ഭാഗം രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ പ്രധാന റോഡുകളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ തിരക്കുള്ള റോഡുകളിലേക്ക് അവിടെ വരേണ്ട ആവശ്യമുള്ളവർ വന്നേ പറ്റുള്ളൂ. അവിടെ വരേണ്ട ആവശ്യമില്ലാത്ത വാഹനങ്ങൾ, ഞാൻ ഈ പറഞ്ഞ പോലെ പാലായ്ക്ക് പോകേണ്ടവർ, കാഞ്ഞിരപ്പള്ളിക്ക് പോകേണ്ടവർ, അങ്ങോട്ടേലുമൊക്കെ വേറെ പോകേണ്ടവർക്ക്
റിംഗ് റോഡുകൾ ഏതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ, അതിപ്പം വേണമെന്നില്ല, മുനിസിപ്പൽ കൗൺസിലൊന്ന് ആലോചിച്ചിട്ട് ആ റിംഗ് റോഡുകൾ ഡെവലപ്പ് ചെയ്യും. അത് ഞാനും പറ്റുന്ന പോലെയൊക്കെ പൈസ തരാം, മുനിസിപ്പാലിറ്റിയൊക്കെ കൂടെ പൈസ വെച്ച് നമുക്ക് MPയോ നമുക്ക് എല്ലാ ജനപ്രതിനിധികളെ ആശ്രയിച്ച് പരമാവധി വേഗത്തിൽ റിംഗ് റോഡുകൾ ഡെവലപ്പ് ചെയ്ത് അതിനൊരു രൂപരേഖ ടൗണിൽ പ്രദർശിപ്പിച്ച് അതേക്കുറിച്ചൊരു ബോധ്യം ആളുകൾക്ക് കൊടുക്കുക. നിങ്ങൾക്കിതേ പാലായ്ക്ക് പോകേണ്ടവർക്ക് ടൗണിനകത്തോട്ട് കയറേണ്ട കാര്യമില്ല, അത് പലർക്കും ധാരണയില്ല. അതുകൊണ്ട് എല്ലാവരും നേരെ മെയിൻ റോഡിലോട്ട് വരും, മെയിൻ റോഡിൽ നിന്ന് മെയിൻ റോഡിൽ പോകും. അങ്ങനെ വരേണ്ട ആവശ്യം, അവിടെ കടയിൽ കയറേണ്ട ആവശ്യമുള്ളവർ വരട്ടെ. അപ്പോൾ റിംഗ് റോഡുകൾ ഡെവലപ്പ് ചെയ്യുന്ന ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു നടപടി നമുക്ക് ആവിഷ്കരിക്കണം. അതിപ്പോൾ ഇവിടെ ഇരിക്കുന്ന മറ്റുള്ള ആളുകളോ അല്ല ചെയ്യേണ്ടത്, നമ്മൾ ജനപ്രതിനിധികൾ തന്നെയാണ്. ഒരു മുനിസിപ്പാലിറ്റി മുൻകൈ എടുത്തുകൊണ്ട് ഞാനും പറ്റും വിധം സഹകരിക്കാം. നമ്മുടെ കൂടുതൽ റിംഗ് റോഡുകൾ ഡെവലപ്പ് ചെയ്ത് നഗരത്തിനുള്ളിലേക്കുള്ള ഗതാഗത കുരുക്ക് കുറയ്ക്കുക. അത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതിയാണ്, നാളെ രാവിലെ നടപ്പിലാക്കാനുള്ളത്. അതൊന്ന് നോട്ട് ചെയ്യുക. മറ്റൊന്ന്, ടാക്സി ഓടുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ, മറ്റ് കാറ്, ജീപ്പ്, ലോറി, അങ്ങനെയുള്ള ടാക്സി ഹയർ ചെയ്യാവുന്ന വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങളല്ലാതെ ഹയർ ചെയ്യാവുന്ന വാഹനങ്ങൾക്ക് കൃത്യമായി സ്റ്റാൻഡ് ഉണ്ടാവണം. ആ സ്റ്റാൻഡിൽ തന്നെ അത് പാർക്ക് ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുന്നത്. കാണുന്നിടത്തെല്ലാം കൊണ്ട് വണ്ടി ഇടുന്ന സ്ഥിതി വരുന്നതാണ് ഏറ്റവും വലിയ സംഖ്യ. ടൗണിലുള്ള ഹയർ ചെയ്യപ്പെടുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ലോറി ആവട്ടെ, പിക്കപ്പ് ആവട്ടെ, ഓട്ടോറിക്ഷ ആവട്ടെ, കാറാവട്ടെ, ജീപ്പ് ആവട്ടെ, ഹയർ ചെയ്യപ്പെടുന്ന വാടകയ്ക്ക് കൊടുക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും കൃത്യമായ ഒരു സ്റ്റാൻഡ് മുനിസിപ്പാലിറ്റി കാണാനുള്ള അധികാരം, മുനിസിപ്പൽ ആക്ട് അനുസരിച്ചുള്ള അധികാരമുണ്ട്. കൃത്യമായി ഞാൻ മനസ്സിലാക്കുന്നത് കുറേയൊക്കെ നിർണ്ണയിച്ചിട്ടുണ്ട്. പക്ഷെ നിർണ്ണയിച്ചത് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നിർണ്ണയിക്കുക. അത് മറ്റ് പൊതുഗതാഗതത്തിന് തടസ്സം വരാത്ത രീതിയിലായിരിക്കണം ആ പാർക്കിംഗ് സംവിധാനങ്ങൾ. എന്നാൽ അവർക്ക് ഓട്ടം കിട്ടുകയും വേണം. ഏതായാലും അവിടെ ഇവിടെ പോയി കിടന്നോളം പറഞ്ഞാൽ ആളുകൾക്ക് ഓട്ടം കിട്ടത്തില്ല. എന്ന് പറഞ്ഞ് ട്രാഫിക് കുരുക്ക് ഉണ്ടാക്കാനും വേണം. ചുരുക്കത്തിൽ ഇത്രേ ഉള്ളൂ, ടൗണിനുള്ളിൽ ഓടുന്ന എല്ലാ ഹയർ ചെയ്യപ്പെടുന്ന വാഹനങ്ങൾക്കും കൃത്യമായ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുക്കുക. ആ സ്റ്റാൻഡിന്റെ ഒരു പരിധി അതിന് നിശ്ചയിച്ചു കൊടുക്കുക. അതിനാവശ്യമായ സഹായം പോലീസും മോട്ടോർ വാഹന വകുപ്പും ചെയ്തു കൊടുക്കുക. മുനിസിപ്പാലിറ്റി അതിന് നേതൃത്വം കൊടുക്കുക, തീരുമാനം എടുക്കുക. അവിടെയൊക്കെ സ്റ്റാൻഡ് പെർമിറ്റ്, ഈ സ്റ്റാൻഡിൽ ഓടുന്നതിന് 18 വാഹനങ്ങൾ, ഇന്ന വാഹനങ്ങൾ. പിന്നെ അല്ലാത്ത വാഹനങ്ങൾ തോന്നുമ്പം വരികയും തോന്നുമ്പം പോവുകയും ചെയ്യുന്നു. പിന്നെ അവിടെ സ്ഥിരമായിട്ട് ഓടാനായിട്ടൊരു പുതിയ വാഹനം വരികയാണെങ്കിൽ അത് ഇവരൊന്ന് അപേക്ഷ തന്ന്, അങ്ങനെ അതിന്റെ സിസ്റ്റം അപേക്ഷ തന്ന് സ്റ്റാൻഡ് പെർമിറ്റ് മേടിക്കണം. സ്റ്റാൻഡ് പെർമിറ്റ് അലോട്ട് ചെയ്തിട്ട് അയാൾ ആ സ്റ്റാൻഡിൽ കിടക്കാൻ പാടുള്ളൂ. പാന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ യോഗത്തിൽ നമ്മൾ ഈ ഡ്രൈവേഴ്സ് യൂണിയൻ ആളുകളെയും കൊണ്ട് വിളിക്കണ്ടായിരുന്നു. അല്ലാതെ പിന്നെ ആണെങ്കിലും ആകാം. ഉണ്ട് ഉണ്ടോ ഉണ്ട്. അപ്പോൾ സ്റ്റാൻഡ് പെർമിറ്റുകൾ മുനിസിപ്പാലിറ്റി ഓരോ സ്റ്റാൻഡിലേക്കും നൽകുകയും പെർമിറ്റ് ഉള്ള വാഹനങ്ങൾ മാത്രം ആ സ്റ്റാൻഡിനുള്ളിൽ മാത്രം കിടക്കി അവിടെ നോട്ടം പോവുകയും ചെയ്യുന്ന ടാക്സി വാഹനങ്ങളുടെ ഒരു ക്രമവൽക്കരണം, ഒരു റെഗുലറൈസേഷൻ, ഒരു കൃത്യത ആ കാര്യത്തിൽ ഉണ്ടാവണം. അതാണ് മൂന്നാമത്. ഇതൊക്കെ പൊതുനിർദ്ദേശങ്ങളാണ്, സ്പെസിഫിക് ആയിട്ടുള്ളത്. ഒന്ന്, റിംഗ് റോഡുകൾ ഡെവലപ്പ് ചെയ്യുക. 2, ഹയർ ചെയ്യപ്പെടുന്ന എല്ലാ വാഹനങ്ങൾക്കും കൃത്യമായി സ്റ്റാൻഡ് ഉണ്ടാക്കുക. ആ സ്റ്റാൻഡിനുള്ളിൽ തന്നെ കിടക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക. സ്റ്റാൻഡിൽ നിന്ന് ഓട്ടം പോവുക, സ്റ്റാൻഡ് പെർമിറ്റ് കൊടുക്കുക. മൂന്നാമതൊരു കാര്യം, നമ്മുടെ ബസ് സ്റ്റോപ്പുകൾ ഏതൊക്കെയാണെന്ന് മോട്ടോർ വാഹന വകുപ്പാണ് പ്രധാനമായും മുനിസിപ്പാലിറ്റിയുടെ മാർഗനിർദ്ദേശത്തിനനുസരിച്ച് ചെയ്യേണ്ടത്. ബസ് സ്റ്റോപ്പുകൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുക. അനാവശ്യ ബസ് സ്റ്റോപ്പുകളുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, 50 മീറ്റർ കഴിയുമ്പോൾ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, അത് വേണമെങ്കിൽ ഒഴിവാക്കണം. 50 മീറ്റർ ആളുകളൊന്നും നടന്നു പോയി നിൽക്കട്ടെ. അപ്പോൾ ഓരോരുത്തർക്കും ബസ് നിർത്തുമ്പോൾ ഒരു ട്രാഫിക് കൺജഷൻ ഉണ്ടാകുന്നത്. ബസ് സ്റ്റോപ്പുകൾ നിജപ്പെടുത്തണം. നിജപ്പെടുത്തിയ കൃത്യം പോയിന്റ് ബസ് സ്റ്റാൻഡ് എന്ന് ബോർഡ് വെക്കണം. ആ ബസ് സ്റ്റാൻഡ് ബോർഡ് വെച്ചെടുത്ത് മാത്രം ബസ്സുകൾ നിർത്തുന്നു എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ബസ് സ്റ്റാൻഡ് നിശ്ചയിക്കുന്നത് കഴിവതും ബസ് ബേ ഉള്ളിടത്ത്. ബസ് ബേ എന്ന് പറഞ്ഞാൽ ബസ് കിടക്കാനുള്ള സ്ഥലമാണ് ബസ് ബേ. ബസ് കിടക്കുമ്പോൾ മറ്റു വാഹനങ്ങൾ അതിന്റെ പേര് തടസ്സപ്പെടാത്ത വിധത്തിൽ. പലപ്പോഴും പറ്റുന്ന എന്താ, ഒറ്റ ഡബിൾ ലൈൻ ട്രാഫിക്കേ കാണുള്ളൂ. ഒരു ലൈനിൽ ബസ് അങ്ങ് കൊണ്ട് നിർത്തും. ആ ബസ് പോകുന്നിടം വരെ അതിന്റെ പുറകെ വരുന്ന എല്ലാ വണ്ടി അവിടെ കിടക്കണം. വലിയ ട്രാഫിക് കൺജഷനാണ് ഉണ്ടാവുക. അപ്പൊ ബസ് ബേ ക്രമീകരിക്കാൻ കഴിയുന്ന ബസ് സ്റ്റോപ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറ്റി ക്രമീകരിച്ചാലും തെറ്റില്ലെന്ന് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഉള്ളിടത്തുനിന്ന് എന്ന് പറഞ്ഞാൽ ഏത് മാറ്റണമെന്നോ അല്ല ഞാൻ പറയുന്നത് ജനറൽ ഡയറക്ഷൻ. അപ്പൊ ബസ് ബേ ഉള്ളിടത്ത് എന്ന് പറഞ്ഞാൽ ബസ് കിടക്കുന്ന ആളുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുമ്പോൾ മറ്റു വാഹനങ്ങൾ തടസ്സം കൂടാതെ ഡബിൾ ലൈൻ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളവർക്ക് പോകാൻ പറ്റുന്ന ഇടയുള്ളിടത്ത്, ഇല്ലെങ്കിൽ ഇട ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നിടത്ത് വേണം കഴിവതും. ഇനി ഒരു നിവൃത്തിയില്ലാത്തടത്ത് ആയിക്കോട്ടെ, ഒരു നിവൃത്തിയില്ലാത്ത, കാരണം ഞാൻ ആദ്യം പറഞ്ഞു സ്ഥലപരിമിതി ഏറ്റവും ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ പേട്ട. അപ്പൊ പിന്നെ എന്ന് പറഞ്ഞ ആളുകളെ വല്ലാതെ നമുക്ക് ദ്രോഹിക്കാൻ പറ്റില്ല. അപ്പം ബസ് സ്റ്റോപ്പുകൾ കൃത്യമായി മറ്റു വാഹനത്തിന് തടസ്സമില്ലാത്ത വിധം ക്രമീകരിക്കാൻ ശ്രദ്ധിക്കുകയും ബസ് സ്റ്റോപ്പുകളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റുമെങ്കിൽ കുറയ്ക്കുകയും ബസ് സ്റ്റോപ്പുകളിൽ മാത്രം ബസ് നിർത്തുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, ബസ് സ്റ്റോപ്പ് പരസ്പരം ഇരട്ടയായിട്ട് വരാതെ, അതായത് ഈ സൈഡിന്റെ നേരെ ഓപ്പോസിറ്റ് മറു സൈഡിലോട്ട് വരാതെ ശ്രദ്ധിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഏറ്റവും കൺജഷൻ ഉണ്ടാകുന്നത്. ഇല്ലേ ഏറ്റവും കൂടുതൽ കൺജഷൻ ഉണ്ടാകുന്നത്. ഇപ്പം പടിഞ്ഞാറോട്ട് പോകാനുള്ള ബസ് സ്റ്റോപ്പ്
ആ രീതിയിൽ ബസ് കാരണം പലപ്പോഴും സംഭവിക്കുന്നത് ഒരേ സ്ഥലത്ത് തന്നെയാണ് രണ്ട് വശത്തോട്ടുള്ള ബസ് നിർത്തുന്നത്. അപ്പോൾ വല്ലാത്ത കണ്ടീഷനാണ്. അപ്പോൾ ഈ ടൗണിലൊക്കെ ഉള്ളിൽ എവിടെയൊക്കെ ബസ് സ്റ്റോപ്പുകൾ ഉണ്ടോ ആ ബസ് സ്റ്റോപ്പുകളിൽ അസൗകര്യമുള്ളതെല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അതിനുള്ള സജഷൻസ് MVIയെ ചുമതലപ്പെടുത്തുകയാണ്. മോട്ടോർ വാഹന വകുപ്പ് ഇവിടെയുള്ള ഔദ്യോഗിക ബസ് സ്റ്റോപ്പുകൾ പരിശോധിക്കണം. പരിശോധിച്ചതിന് ശേഷം ആവശ്യമായിട്ട് പോലീസിന്റെ സഹായങ്ങൾ, എന്നിട്ട് മുനിസിപ്പാലിറ്റിക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കണം. ഒരു കോപ്പി എനിക്കും തരിക. ഇപ്പോൾ ഉള്ള ബസ് സ്റ്റോപ്പുകൾ ഇന്നിടത്താണ്, അതിനകത്ത് ഇന്ന തടസ്സങ്ങളുണ്ട് തടസ്സമുണ്ട്, അത് ഈ രീതിയിൽ റീഅറേഞ്ച് ചെയ്താൽ പുനഃക്രമീകരിച്ചാൽ കുറെ സ്മൂത്തായി നടക്കും എന്നുള്ള ആവശ്യമായ പരിശോധന നടത്തി ഒരു രണ്ടാഴ്ച വരെ ഒരു 15 ദിവസത്തിനകം മോട്ടോർ വാഹന വകുപ്പ് ബസ് സ്റ്റോപ്പുകൾ സംബന്ധിച്ച് കൃത്യമായ ഒരു സജഷനും പ്രപ്പോസലും മുനിസിപ്പാലിറ്റിക്ക് സമർപ്പിക്കണം. കോപ്പി എനിക്കും തരണം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ പൊതു നിർദ്ദേശങ്ങൾ ഞാൻ ബാക്കി ഓരോരുത്തരും ഇതുപോലെ നിർദ്ദേശങ്ങൾ മാത്രം പറയുക. അത് നമുക്ക് എഴുതി വെക്കാം. അവസാനം ഒന്നുകൂടെ വായിച്ച് അതിനകത്ത് സ്വീകരിക്കാൻ പറ്റുന്നത് സ്വീകരിക്കുക, തള്ളാൻ പറ്റുന്നത് തള്ളുകയും ചെയ്യുക. സ്വീകരിക്കുന്നത് നമുക്ക് തീരുമാനമാക്കിയാൽ അത് നടപ്പിലാക്കണം. ഈ മുന്നൊരുക്കങ്ങൾക്ക് ശേഷം ഒരു മാസത്തിനപ്പുറം നമുക്ക് ഒന്നുകൂടെ കൂടി കുറെ ഇഫക്റ്റീവ് ആയാൽ കുറച്ചുകൂടെ സ്മൂത്ത് ആകും. പിന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കാൽനടക്കാർക്കുള്ള പാസേജ് സൗകര്യം ഉണ്ടല്ലോ, പിന്നെ ഈ ഫുട്പാത്തും ഒക്കെ, അത് കയ്യേറി നമ്മുടെ വ്യാപാരി പ്രസിഡന്റൊക്കെ ഇവിടെ ഉണ്ട്. വ്യാപാരികൾ ആരെങ്കിലും കയ്യേറുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. നിങ്ങൾ അങ്ങനെ കുഴപ്പക്കാരാന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ തെറ്റിച്ചേക്കല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി കാൽനടക്കാര് ബസ്, കാറും ഓട്ടോറിക്ഷയും സ്കൂട്ടറും 2 വീലർ പോകുന്നിടത്തൂടെ കാൽനടക്കാരും കൂടെ നടക്കുമ്പോഴാണ് അതിനൊരു ബുദ്ധിമുട്ട് വരുന്നത്. അതുകൊണ്ട് കാൽനടക്കാർക്ക് നടക്കാൻ ടൗണിലൂടെ വഴികളിലൂടെ വാഹന ഗതാഗതത്തിന്റെ റൂട്ടിലൂടെ അല്ലാതെ പ്രത്യേക സംവിധാനം കഴിയുന്നിടത്ത് ഒരുക്കണം. അങ്ങനെ ഒരുക്കാവുന്നിടത്ത് എവിടെയെങ്കിലും അനധികൃതമായ കയ്യേറ്റം വ്യാപാരികളുടെ ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെന്നുള്ളതാണ് അക്കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും കാര്യങ്ങളാണ് ഒരു പൊതു നിർദ്ദേശം എന്നുള്ള നിലയിൽ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ 1-2 കാര്യങ്ങളുള്ളത്, ഏതെങ്കിലും 1-2 റോഡുകൾ ഒന്ന് 1 വേ ആക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മുടെ CCM പമ്പിന്റെ ഇപ്പുറത്തുനിന്ന് സെൻട്രൽ ജംഗ്ഷനിലോട്ട് വരുന്നത് ഈ ഡബിൾ ലൈൻ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ വണ്ടി പോകുമ്പോഴാണ് വല്ലാത്ത കണ്ടീഷൻ. അത് ഇടുങ്ങിയ റോഡാണ്. തന്നെയല്ല പാലത്തിന്റെ ഇപ്പുറം വരുമ്പോൾ കടകളുമുണ്ട്. അപ്പുറത്തും പള്ളിയിൽ ആളുകൾ നിസ്കരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നു. ഇപ്പുറത്ത് ഹയാത്തുദ്ദീൻ സ്കൂളുണ്ട്. അതൊന്ന് 1 വേ ആക്കിയിട്ട്, അതായത് ഇവിടുന്ന് തെക്കേക്കരയിൽ നിന്ന് ഉള്ള ഡയറക്ഷൻ മാത്രം എൻ്റെ സജഷൻ മാത്രമാണ്, എല്ലാവർക്കും സ്വീകാര്യമാണ്. തീരുമാനം എടുത്താൽ നടപ്പിലാക്കണം. 1 വേ ആക്കുക. അപ്പൊ ഇവിടുന്ന് അപ്പൊ അവിടെ വലിയ ബുദ്ധിമുട്ടില്ലാതെ വരും. അതടക്കം പിന്നെ ഈ നമ്മുടെ ഇങ്ങോട്ട് മുനിസിപ്പാലിറ്റിയുടെ അങ്ങോട്ടൊക്കെ കയറുന്ന നമ്മുടെ ഈ മാർക്കറ്റിന്റെ റോഡിന്റെ ഗതാഗതം കഴിക്കാൻ ഞാൻ സജഷൻ പറയുന്നില്ല, അതാണ് എപ്പോഴും കൺജഷനുള്ള ഒരു സ്ഥലമാണ്. അത് ഏത് രീതിയിലൊന്ന് കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് പരിശോധിക്കണം. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പിന്നെ വാഹനങ്ങൾ പാർക്കിങ്ങിനുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ സ്വകാര്യ വാഹനങ്ങൾ ടൗണിൽ വന്നേച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആളുകൾക്ക് കടയിൽ പോകേണ്ടി വരും, ഓഫീസിൽ പോകേണ്ടി വരും, പല കാര്യങ്ങൾക്ക് പോകേണ്ടി വരും. അപ്പോൾ ഓരോരുത്തരും അവനൊരു സൗകര്യമുള്ളത് നിർത്തിവെച്ച് പോവുക. അപ്പോൾ അങ്ങനെ ഒരു അനധികൃത പാർക്കിംഗ് നമുക്ക് ഒഴിവാക്കണം. പക്ഷെ അവർക്ക് എവിടെയെങ്കിലുമൊക്കെ നിർത്താൻ സൗകര്യം കൊടുക്കണം. കാരണം ആളുകൾക്ക് ടൗണിൽ വരണം, കടയിൽ കയറണം, ഓഫീസിൽ പോകണം. നിങ്ങളാരും വരണ്ടല്ലോ, നിങ്ങൾ ടൗണിന് വെളിയിൽ കൊണ്ട് വണ്ടി ഇട്ടച്ച് ഇങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞ ആളുകളുടെ പ്രതിഷേധത്തിനിട വരും. അത് ശരിയുമല്ല. അപ്പം സ്വകാര്യ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയുന്ന സൗകര്യങ്ങൾ പേ ആൻഡ് പാർക്ക് ആയിട്ടാണെ പോലും പറ്റും. മുനിസിപ്പാലിറ്റി തന്നെ ഒരു പേ ആൻഡ് പാർക്ക് കൊടുത്താലും കുഴപ്പമില്ല, പറ്റുമെങ്കിൽ സ്ഥലം ഉണ്ടെങ്കിൽ എന്താണെങ്കിലും ശരി, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത്, സ്വകാര്യ വാഹനങ്ങൾക്ക് പാർക്കിങ്ങിന് പറ്റുമോ എന്നുള്ളത്. ഇത്രയാണ് എനിക്കൊരു പൊതുവായ നിർദ്ദേശങ്ങൾ എന്നുള്ള കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പൊ ഈ രീതിയിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞ നിർദ്ദേശങ്ങൾ വീണ്ടും ആവർത്തിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അപ്പൊ അല്ലാത്ത നിർദ്ദേശങ്ങൾ മാത്രം പറഞ്ഞ് അതിനകത്ത് സ്വീകരിക്കാവുന്നത് സ്വീകരിച്ച്, പിന്നെ കൂടുതൽ പഠനങ്ങൾക്കും കൂടുതൽ പിന്നെ പരിശോധനകൾക്കും ശേഷം നടപ്പിലാക്കേണ്ടത് നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഒരു മാസം നിശ്ചയിക്കാം. ഒരു മാസം കഴിഞ്ഞ് നമുക്ക് സെപ്റ്റംബറിൽ ഒന്നുകൂടി ഇതുപോലെ ട്രാഫിക് കമ്മിറ്റി കൂടി ട്രാഫിക് പരിഷ്കരണങ്ങൾ അന്തിമമാക്കുന്ന ട്രാഫിക് പരിഷ്കരണങ്ങൾ കൃത്യമായി നടപ്പിലാക്കണം. ഇത് ഓണത്തിന് മുമ്പ് അല്ല, ഇപ്പൊ തന്നെ തീരുമാനിച്ചു പോവാം. മുഴുവൻ പിന്നത്തേന് മാറ്റി വെക്കണം. ചില കാര്യങ്ങൾ പരിശോധിക്കണം. വൈസ് ചെയർമാൻ പറഞ്ഞാൽ ഞാൻ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. കാരണം ഓണത്തിന് വല്ലാതെ തിരക്ക് വരും. അതുകൊണ്ട് ഇപ്പൊ തീരുമാനിച്ചു പോകാമെന്ന് ഇപ്പൊ തന്നെ തീരുമാനിച്ചു പോകാം. അത് പറ്റാത്ത കൂടുതൽ പഠനങ്ങളും പരിശോധനകളും വേണ്ടത് മാത്രം ഒരു മാസം കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടി കൂടാം. നമ്മുടെ നാടിന്റെ വികസനത്തിന് ഇത് അനിവാര്യമാണ്.
നമ്മുടെ വ്യാപാര മേഖലയുടെ വളർച്ചയ്ക്ക് ഇത് അത്യന്താപേക്ഷിതമാണ്. ഒന്നും പറയാനില്ല. നമ്മുടെ പാലത്തിന്റെ 2 കൈവരികളും MLA കേൾക്കണം. സാമൂഹ്യ വിരുദ്ധരും വടക്കേ ഇന്ത്യൻ തൊഴിലാളികളും ഇപ്പൊ കുറച്ചു കാലമായിട്ട് അവർ കീഴ്പ്പെടുത്തിയിരിക്കുക. MLA കേൾക്കുന്നുണ്ടോ? കൈവരിയില്ല, നമ്മൾ ഈ പിടിച്ചു നടക്കുന്ന സംഭവം നടപ്പാലത്തിന്റെ സൈഡിൽ പിറ്റിയ സാമൂഹ്യ വിരുദ്ധരും ഈ കഞ്ചാവ് കച്ചവടമൊക്കെ അവിടെ ഇപ്പൊ നടക്കുന്നത് 2 പാലത്തിലും. അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, ഏറ്റവും അധികം സാറാ ഞാനൊന്ന് ഇതിനു മുമ്പ് ഒന്ന് റൈസ് ചെയ്താൽ തീരുന്ന കേസേ ഉള്ളൂ. മറ്റൊന്ന്, നമ്മുടെ ഈ റോഡ് ഏറ്റവും കൂടുതൽ കുട്ടികളെ യാത്രക്കാർ നടന്നു പോകുന്ന റോഡാണ്. പച്ചക്കറിക്കാർ മൊത്തം റോഡിലേക്ക് ഇറക്കി വെച്ചിരിക്കുക. നമ്മൾ മുൻപ് തീരുമാനം എടുത്തു, അവർ മാറ്റി പിന്നെയും കൊണ്ടുവന്ന് വെച്ചു. ബാക്കി കാര്യങ്ങളൊക്കെ പൊതു തീരുമാനത്തിന് അംഗീകരിക്കാം എന്നുള്ള ഞാൻ അംഗീകരിക്കുന്ന ഒരാളാണ്. എളപ്പങ്കൽ ഭാഗത്ത് ഒരു പുതിയ പാലം ഉണ്ടാക്കാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. 1-2 വർഷം പിടിക്കും, അല്ലാതെ ഇപ്പോൾ ഉടനെ ആവില്ല. അത് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും തൊടുപുഴ റൂട്ടിൽ നിന്നുള്ള വാഗമണ്ണും തീക്കോയ്ക്കും പോകുന്ന വാഹനങ്ങൾ ടൗണിൽ കയറാതെ നേരെ പൊക്കോളും. അപ്പൊ അതും പിന്നെ റിംഗ് റൗണ്ട്, അപ്പൊ അതിനൊക്കെ ഒരു ട്രയൽ റൺ ചെയ്താ റോഡ് നന്നാക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഫുൾ സപ്പോർട്ട് അതിന് എന്ന് പറഞ്ഞത്. ഇന്നെടുക്കുന്ന തീരുമാനം കൃത്യമായി നടപ്പാകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാരണം കാലങ്ങളായി ഈരാറ്റുപേട്ട അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയം ട്രാഫിക് കൺജക്ഷനാണ്. ഒരു തരത്തിലും ജനങ്ങൾക്ക് കൃത്യമായ അവരുടെ ആഗ്രഹം പോലെ നടന്നു പോകാൻ, നമ്മുടെ വീട്ടിലുള്ളതുപോലെ നടക്കില്ല എങ്കിൽ പോലും വലിയ പ്രശ്നങ്ങളില്ലാതെ നടന്നു പോകാനും യാത്ര ചെയ്യാനും കഴിയുന്ന ഒരു സാഹചര്യം കുറേ കാലമായി ഈരാറ്റുപേട്ടയിലില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വാഹനത്തിൻ്റെ അതിപ്രസരമാണ്. തോന്നുന്നിടത്ത് വാഹനം നിർത്തുക, എന്നിട്ട് ഇറങ്ങിപ്പോവുക, അതിനെ ചോദ്യം ചെയ്താൽ അവനെ അടിക്കാൻ പോവുക. ഒരു കാറ് കൊണ്ടുവന്ന് ഒരിടത്ത് നിർത്തുക, ഒരു കടയുടെ മുമ്പിൽ നിർത്തുകയാണെങ്കിൽ ഇത് എന്താ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് എൻ്റെ സൗകര്യമാണെന്ന് പറയുന്ന നിലയിലേക്ക് പോകുന്ന ഒരു നിലപാടാണ് കണ്ടുവരുന്നത്. അതേപോലെ തന്നെ MLA സൂചിപ്പിച്ച പോലെ ബസ് സ്റ്റാൻഡിൽ നിന്നും വാഹനം ഇറങ്ങിയാൽ, അത് ചെയർപേഴ്സൺ സൂചിപ്പിച്ചു, ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു ബസ് ഇറങ്ങുകയാണെങ്കിൽ 8 ഇടത്ത് നിർത്തും. അതായത് ഈ ചുരുങ്ങിയ സ്ഥലത്ത് 8 ഇടത്ത് നിർത്തും. ആര് കൈ കാണിച്ചാലും നിർത്തി സ്റ്റോപ്പില്ലാതെ വരുന്ന ബസ് സ്റ്റോപ്പിൽ അവിടെ കൊണ്ട് നിർത്തും. അവിടെ കൊണ്ട് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട പാലയിലേക്ക് പോകുന്ന ബസ് അതിൻ്റെ പുറകിൽ വന്ന് നിൽക്കുക, മറ്റുള്ള വാഹനങ്ങളെല്ലാം ഇങ്ങനെ. അതൊരു വലിയ ദുരിതമാണ്. അങ്ങനെ ഒരു സ്റ്റോപ്പ് ഇല്ലെന്ന് പറഞ്ഞിട്ടും അതൊന്നും മാറ്റുവാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യം ഇപ്പം നിലനിൽക്കുന്നു. ആ സ്റ്റോപ്പ് ഇല്ലാത്തതാണ്. അങ്ങനെ സ്റ്റോപ്പ് ജനം ഉണ്ടാക്കിയെടുത്തു. അത് ഈരാറ്റുപേട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് വാഹനം ഇറങ്ങുകയാണെങ്കിൽ, തൊടുപുഴയ്ക്ക് പോകുന്നതാണെങ്കിൽ മുട്ടം ജംഗ്ഷനിലുള്ള ബസ് സ്റ്റോപ്പിലാണ് വാഹനം നിർത്തേണ്ടത്. അതേപോലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിയിലേക്ക് വരുന്ന വാഹനമാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ പാർനാനി ആർക്കേഡിൻ്റെ ഫ്രണ്ടിലാണ് വാഹനം നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം ഇവിടെയുണ്ട്. ആ തീരുമാനം ഒന്നും ഇപ്പോൾ നടപ്പാകുന്നില്ല. ആ തീരുമാനം ബസ്സുകാരുടെ ഇഷ്ടം പോലുള്ള തീരുമാനം, അത് മാറണം കൃത്യമായി. അതേപോലെ തന്നെ നമ്മുടെ ടൗണിൽ അവമൂരിക്കൽ എന്നുള്ളൊരു ബസ് സ്റ്റോപ്പുണ്ട്. ആ ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് നിർത്തിയിട്ട് യാത്രക്കാരെ ഇറക്കി പോവുകയല്ല, ആ ബസ് അവിടെ കിടക്കുകയാണ്. അത് പാതാമ്പുഴയ്ക്ക് പോകേണ്ടതാണെങ്കിലും പൂഞ്ഞാറിലേക്ക് പോകേണ്ടതാണെങ്കിലും അതെല്ലാം അടിവാരത്തിലേക്ക് പോകേണ്ടതാണെങ്കിലും ഈ വാഹനം മിനിറ്റുകളോളം ആ ബസ് സ്റ്റോപ്പിൽ കിടക്കുകയാണ്. എന്നിട്ട് അവിടെയുള്ള യാത്രക്കാർ മുഴുവനും കേട്ട് ഒരു 20 മിനിറ്റോളം ആ ബസ് അവിടെ കിടന്നിട്ടാണ് അത് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത്. ഈ ബസ് സ്റ്റാൻഡും ഈ പറയുന്ന അഹമ്മൂരിക്കൽ നഗറിലെ ബസ് സ്റ്റോപ്പും തമ്മിൽ 100 മീറ്റർ പോലും അകലില്ല. അപ്പം ഈ ബസ് സ്റ്റോപ്പ് തന്നെ ശരിയല്ലെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ആ ബസ് സ്റ്റോപ്പ് പോലും ശരിയല്ല. ഇത്രയും അടുത്തൊരു ബസ് സ്റ്റാൻഡ് ഉള്ളപ്പോൾ ആ ബസ് സ്റ്റോപ്പ് തന്നെ, ഇനി അഥവാ ബസ് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അവിടെ യാത്രക്കാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സമയം ഒരു വാഹനം നിർത്തിയാൽ അവിടെ ആ സമയത്ത് നിൽക്കുന്ന ആൾ കയറുക, അത് കഴിഞ്ഞ് ഇറങ്ങേണ്ടവരാണ് ഇറങ്ങുക, ബസ് വിട്ടുപോകുന്ന ഒരു സംവിധാനത്തിലേക്ക് വരണം. ആ ഒരു സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ ഒരു പരിധിവരെ മാറ്റം വരും. പിന്നെ കോസ്വേ റോഡിൻ്റെ ഇതുപോലെ അങ്ങനെ ഒരു കോസ്വേ റോഡിൻ്റെ കാര്യം പറഞ്ഞു. നല്ലതാണ് അങ്ങനെ ഒരു സംവിധാനം വരുമ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇറങ്ങി നോക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം, ഇരുവശവും വാഹനം, അതായത് 2 വീലർ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. നമ്മളിതൊന്നും പെയ്യാൻ പാർക്കാന്ന് തോന്നും. അവിടെ 2 വീലർ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടാൽ പെയ്യാൻ പാർക്കാണ് അവിടെ എന്ന് തോന്നും. 2 വീലർ അവിടെ ട്രാഫിക്കിൽ ഏതെങ്കിലും ഒരു ദിവസം വന്നു നിന്നാൽ ചൂണ്ടിക്കാണിച്ചാൽ പറയും ഞങ്ങൾ എന്ത് ചെയ്യാൻ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയാണ്. പോലീസ് ഓഫീസറോട് വളരെ വിനീതമായി പറയുകയാണ്. അവിടെ നിൽക്കുന്ന ട്രാഫിക്കിൽ നിൽക്കുന്ന ഒരു ജീവനക്കാരൻ്റെ ഉദ്യോഗസ്ഥനോട് ഞങ്ങൾ ചോദിക്കുക ഇതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അവർക്ക് പോലും ഭയമാണ് ആ ഒരു സാഹചര്യം. അത് മാറണം. ആ ഒരു കോസ്വേയിലേക്ക് വളരെ സുഗമമായി വാഹനം കടന്നു പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ട് ചില സാഹചര്യങ്ങളിൽ. ആ ഒരു കോസ്വേയുടെ ഈ പാർക്ക് ചെയ്യുകയും
അതേപോലെ ആ കടകളിലേക്കുള്ള പർച്ചേസ് സാധനങ്ങൾ ഇറക്കി വെക്കുന്നതിന് വേണ്ടി വരുന്ന വാഹനം കൊണ്ട് നിർത്തുക. അത് വലിയ കാർഗോയൊക്കെ വന്ന് കയറി നിൽക്കുന്നത്. അത് നിന്നിട്ട് അവിടെ മണിക്കൂറുകളിൽ നിൽക്കുക, അതും ചോദ്യം ചെയ്യാൻ മേലാത്ത ഒരു സാഹചര്യം. ഇതെല്ലാം ഒന്ന് കൃത്യമായ രീതിയിൽ സുരക്ഷിതമാക്കി എടുക്കുകയാണെങ്കിൽ ഈരാറ്റുപേട്ടയിലെ ട്രാഫിക് പ്രശ്നം പരിഹരിക്കപ്പെടും. വഴിയോര കച്ചവടക്കാർക്ക് വഴിയോര കച്ചവടം ചെയ്യുന്നതിന് വേറെ സ്ഥാപനം ഉണ്ടായിരുന്നല്ല, ഉന്തുവണ്ടി അല്ലെങ്കിൽ വഴിയോര കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാമെന്നുള്ളത് ലോക നേതാക്കന്മാർ കൂടിയെടുത്ത തീരുമാനവും ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയുടെ വിധിയുമാണ്. വഴിയോര കച്ചവടക്കാർക്ക് വഴിയോരത്ത് കച്ചവടം ചെയ്യാം. ആ കച്ചവടം ചെയ്യുമ്പോൾ ആ കച്ചവടക്കാർ യാത്രക്കാരെ ഉപദ്രവിക്കരുത്, അവർക്ക് നടപ്പിൽ ബുദ്ധിമുട്ടുണ്ടാകരുത്. ഫുട്പാത്തിൽ പോലും ഒരു വഴിയോര കച്ചവടക്കാരന് ആ ഫുട്പാത്തിൽ നടപ്പ് സൗകര്യത്തിന് പ്രശ്നമില്ലാതെ ഒരു കച്ചവടം ചെയ്യാൻ അവന് സാധിക്കുന്ന ഒരു തീരുമാനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എടുത്തിട്ടുണ്ട്. ആ തീരുമാനം നമുക്ക് സൈറ്റിൽ കയറി പരിശോധിക്കാം. അങ്ങനെ ഒരു നിയമം നിലനിൽക്കുക നമ്മുടെ രാജ്യത്ത്. പക്ഷേ അവരെ സംരക്ഷിക്കാത്ത ഒരു നിലയിൽ നിൽക്കുമ്പോഴും അല്ലാതെ കടയെടുത്ത് കച്ചവടം ചെയ്യുന്നവർ റോഡിൽ കച്ചവടം ചെയ്യുന്നു. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലല്ലാതെ ഒരു സ്ഥലത്തുമില്ല റോഡിൽ കച്ചവടം ചെയ്യുന്നത്. നമ്മുടെ ആ പച്ചക്കറി അവരുടെ തട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റോഡിൽ അരയടി കയറ്റിയിട്ടാണ്. എന്നിട്ട് 5, 8, 10 പെട്ടി അടുക്കി വെച്ചുകൊണ്ട് റോഡ് ഇറക്കി കച്ചവടം ചെയ്യുന്നു. അതിനൊരു തീരുമാനമെടുത്ത് ഇനി മേലാൽ ഇങ്ങനൊരു കച്ചവടം നടത്താൻ സാധിക്കില്ല, അതങ്ങനെ കച്ചവടം ചെയ്താൽ അവരുടെ പേരിൽ പിഴ ചുമത്തുവാൻ ആവശ്യമായ നിയമം ഉള്ള ഈ സ്ഥലത്ത് അത് നടത്തേണ്ടത്, അത് മാറ്റേണ്ടതല്ലേ? അങ്ങനെ റോഡിൽ കച്ചവടം ചെയ്യുന്നവരെ, റോഡിലിറക്കി കച്ചവടം ചെയ്യുന്നവരെ, വഴിയാത്ര തടസ്സപ്പെടുത്തുന്നവരെ അവർക്കെതിരെ നിയമപരമായ രീതിയിൽ നടപടിയെടുക്കണം. സ്ഥലമില്ല ഒരു പാർക്ക് ചെയ്യാൻ, ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്താൽ അവിടെ നിന്ന് ഹൈക്കോടതിയിൽ ഓർഡർ മേടിച്ചുകൊണ്ട് വരിക, എന്നിട്ട് അവർ പറയുക ഇവിടെ നിന്ന് മാറ്റണം. മുന്നേ പോലീസ് വരും, മുനിസിപ്പൽ അധികാരികൾ വരും, അവരെ അവിടെ നിന്ന് മാറ്റും. അവർ പിന്നെ ഇവിടെ എന്ത് ചെയ്യും? ഒരു പെയ്യാൻ പാർക്ക് ഈരാറ്റുപേട്ടയിലുണ്ടോ? MLA പറഞ്ഞ കാര്യമാണ്. അങ്ങനെ ഒരു സംവിധാനമില്ല. ഇത് നമ്മുടെ മഞ്ചാടിത്തുരുത്ത്, അവിടെ ആരാ കയ്യേറിയിരിക്കുന്നത്? അവിടെയുള്ള മുഴുവൻ കച്ചവടക്കാരുടെയും ആവശ്യ സാധനങ്ങൾ കൊണ്ടുവെക്കുന്ന സ്ഥലമായി മഞ്ചാടിത്തുരുത്ത് മാറിയിരിക്കുക. അവിടെ ഏതെങ്കിലും ബസ് കയറ്റിയിടാം, അല്ലെങ്കിൽ കച്ചവടക്കാരുടെ അത്യാവശ്യ സാധനങ്ങൾ കയറ്റിവെക്കാം. എന്നാൽ അവിടം താൽക്കാലികമായിട്ട് റവന്യൂ വകുപ്പിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും തിരിച്ച് പോകാവുന്ന രീതിയിൽ അവിടെ മുനിസിപ്പാലിറ്റിയുടെ നിയന്ത്രണത്തിൽ ഒരു പെയ്യാൻ പാർക്ക് ഒരു ലേലം പിടിച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര വാഹനം അവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം? 100 കണക്കിന് ബൈക്കും അതേപോലെ വാഹനങ്ങളും പാർക്ക് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അതാണ് അവിടെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ. ഒന്ന്, മാർക്കറ്റ് റോഡിൽ നിന്നും കുരുക്കൻ നഗറിലേക്ക് പ്രവേശനമില്ല. അതിൽ നിന്നും കുരുക്കൻ നഗറിലേക്ക് പ്രവേശനമില്ല, താഴോട്ട് ഇറങ്ങാൻ പോകാൻ പറ്റും. 2, തെക്കേക്കര കോഴ്സയിൽ നിന്നുള്ള വാഹനങ്ങൾ ഇടത്തേക്ക് തിരിഞ്ഞ് സെൻട്രൽ ജംഗ്ഷൻ ചുറ്റി മാത്രമേ മാർക്കറ്റ് റോഡിലേക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. അതായത് നമ്മുടെ വേറൊന്നുമില്ല, നമ്മുടെ തെക്കേക്കര ബൈപ്പാസിൽ വരുന്ന വാഹനങ്ങൾ നേരെ കടക്കാതെ സെൻട്രൽ ജംഗ്ഷനിൽ പോയി തിരിച്ചു വന്ന് നേരെ മാർക്കറ്റ് റോഡിലേക്കോ പൂഞ്ഞാർ റോഡിലേക്ക് കടക്കണം. പ്രശ്നമുണ്ട്. 3, കുരുക്കൽ നഗറിന് മുന്നിലുള്ള സ്റ്റോപ്പിലെ ബസ്സുകൾ അനധികൃത പാർക്കിംഗ്, ഓട്ടോറിക്ഷകൾ കറക്കൽ പൂർണ്ണമായി ഒഴിവാക്കുക. വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ച കാര്യമാണ്. കുരുക്കൽ നഗറിന് മുമ്പിലുള്ള സ്റ്റോപ്പിലെ ബസ്സുകളുടെ അനധികൃത പാർക്കിങ്ങും ഓട്ടോറിക്ഷകളുടെ കറക്കവും പൂർണ്ണമായി ഒഴിവാക്കുക. 4, മാർക്കറ്റ് റോഡ് അനധികൃതമായ റോഡിലേക്ക് ഇറക്കി വെച്ച് കച്ചവടം ചെയ്യുന്നവരെ നിർബന്ധമായി ഒഴിവാക്കുക. ഇപ്പൊ നമ്മൾ സംസാരിച്ച കാര്യമാണ്. 5, മാർക്കറ്റിൽ നിന്നുമുള്ള വാഹനങ്ങൾ പഴയ സപ്ലൈകോ റോഡ് വഴിയോ RHM ജംഗ്ഷൻ വഴിയോ മെയിൻ റോഡിലേക്ക് പ്രവേശിക്കണം. ഇങ്ങനെ വരുന്ന വാഹനങ്ങൾ ഇപ്പൊ നമുക്ക് നല്ല വീതി വന്നിട്ടുണ്ട്. നമ്മുടെ പുതിയ മാർക്കറ്റ് വരുന്ന താഴോട്ടിറങ്ങുന്ന ഉടനും പിന്നെ RHM ജംഗ്ഷനും അങ്ങനെ പോകാതെ തിരിച്ചു വരാൻ പാടില്ല എന്നാണ് 5ാമത്തെ തീരുമാനം. 6, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുന്ന ബസ്സുകൾ അനധികമായി ടൗണിൽ നിർത്തി ആളെ കരുതി ഒഴിവാക്കുക. നമ്മുടെ സെൻട്രൽ ജംഗ്ഷൻ നിർത്തുന്ന ഒഴിവാക്കുക. 7, ബസ്സുകൾ അനുവദിച്ചിരിക്കുന്ന സ്റ്റോപ്പുകൾ മാത്രം നിർത്തുക. വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തീരുമാനിച്ചത്. എല്ലാവരും ഐക്യം തീരുമാനിച്ച കാര്യമാണ്. ഒരിക്കൽ കൂടി നമ്മുടെ ഈ സഭയെ ഓർപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിന് മുമ്പിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ഉണ്ടായിരുന്ന കൗൺസിലർ എന്ന നിലക്ക് അന്ന് ഈ സംവിധാനം നടപ്പിലാക്കിയ പൊട്ടിച്ചു വിട്ട വിഭാഗങ്ങൾ ഈ തീരുമാനം വീണ്ടും കൊണ്ടുവന്നാൽ അടുത്ത രാഷ്ട്രീയ കക്ഷി സമ്മതിക്കുമോ? കൃത്യമായ ചോദ്യമാണ്. ഈ പറഞ്ഞ സംവിധാനങ്ങൾ പൂർണ്ണമായും ഈരാറ്റുപേട്ടയിൽ കൊണ്ടുവന്നതായിരുന്നു ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ബോധ്യമായിരിക്കും. അന്ന് തെക്കേക്കര എന്ന് വരുന്ന വാഹനം ഈ സെൻട്രൽ ജംഗ്ഷൻ വഴി കറങ്ങി പോകണമെന്നും ഈ മാർക്കറ്റിൽ നിന്നും താഴത്തേക്ക് വാഹനം ഇറങ്ങാൻ പാടില്ല എന്നുള്ള തീരുമാനം ഉണ്ടാക്കിയപ്പം അന്നിരുന്ന UDFന്റെ ആളുകൾ ആ മുഴുവൻ വേലിയും അടിച്ചു തകർത്തു എന്നുള്ളതാണ്. രാഷ്ട്രീയമല്ല, ഇത് കൃത്യമായ വിവരങ്ങളാണ് പറയുന്നത്. രാഷ്ട്രീയമല്ല,
ഇപ്പൊ വേറെ ആൾ തർക്കിക്കേണ്ട കാര്യം, ഒരു വിഷയം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു തീർക്കട്ടെ എന്നുള്ള മാന്യതകളും കാണിക്കണം. ഇന്ന് ആ സംവിധാനം തിരിച്ചു കൊണ്ടുവരാനാണ് നിങ്ങൾ പറയുന്നത്. ഈ രണ്ട് രാഷ്ട്രീയ കക്ഷികൾ രണ്ട് ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് നമ്മൾ പരാജയപ്പെടുന്നത്. ഒന്ന്, ഒരു കാര്യങ്ങൾ നടപ്പിലാക്കുമ്പം ഇച്ഛാശക്തി ഉണ്ടാവണം. രണ്ട്, എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പിൻബലവും ഉണ്ടാവണം. അല്ലാതെ നിങ്ങളുടെ സൗകര്യം ചെയ്യുന്നോ എന്നിപ്പോൾ അപ്പുറ സൗകര്യം മാറും, അപ്പുറ സൗകര്യം ചെയ്യും ഇപ്പുറ സൗകര്യം മാറും. അതുകൊണ്ട് ഇനിയുള്ള കാലത്തെടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യതയോടെ നടപ്പിലാക്കാൻ കഴിയണം. അതാണ് ആദ്യം സൂചിപ്പിച്ചത്. രണ്ടാമത്, എല്ലാ കാലത്തും നടക്കുന്ന ഈ ട്രാഫിക് സംവിധാനം, ഇപ്പം നേരത്തെ നൗഫൽ പറഞ്ഞു, ഈരാറ്റുപേട്ടയിൽ ഇപ്പോൾ ഇവിടെ സി ഐ ഉണ്ട്, അദ്ദേഹത്തിന് പറയുന്നു എല്ലാ ആളുകളും വാഹനം സെൻട്രൽ ജംഗ്ഷനാണ് നിർത്തുന്നത്, ഈരാറ്റുപേട്ട പോലീസും സെൻട്രൽ ജംഗ്ഷനാണ് ചെക്ക് ചെയ്യുന്നത്. തർക്കമൊന്നുമില്ല ആ വിഷയത്തിൽ. നാട്ടുകാർ വന്ന് നിർത്തുന്നതും റോഡിലാണ്, പോലീസ് നിർത്തുന്നതും ചെക്ക് ചെയ്യുന്നതും. ഞാൻ ഈ വെഹിക്കിളുമാരെ ഞാൻ ഇതുവരെ കണ്ടില്ല, ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ആളുകൾ. പക്ഷേ ഈ ഈരാറ്റുപേട്ടയിലല്ലാതെ ഇങ്ങനെ സംവിധാനമില്ല. മറ്റ് പാലായി നിങ്ങൾക്ക് നോക്കാം, കൊട്ടാരമറ്റത്താണ് അവിടെ ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സ്ഥലമൊക്കെ ഉണ്ടാവാം. ഇത് കൃത്യം നാട്ടുകാരോടൊപ്പം പോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും അവരുടെ ജോലി നിർവഹിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം ആകെ 20 റോഡുണ്ട്. പോലീസ് വരും, ഓപ്പോസിറ്റ് വരുന്ന ബൈക്കുകാരും വട്ടം കറക്കും, അടുത്ത വണ്ടി ഇരിക്കും. സ്ഥിരമായ തൊഴിലാണ് ഇവിടെ. കുറച്ച് വാഹനം ഓട്ടോറിക്ഷകൾ പോലീസ് വരും, നമ്മുടെ ഷോപ്പിംഗ് മാളിലേക്ക് കയറും, അവരുടെ പുറകെ പോലീസ് വരും. ഞാൻ ചോദിക്കുന്നത്, ട്രാഫിക് പരിഷ്കാരം നടപ്പിലാക്കുന്നതിന് മുമ്പ് ഈരാറ്റുപേട്ട നഗരസഭ നടപ്പിലാക്കേണ്ട ആദ്യ സംഗതി, പിന്നെ അതിന് ഓപ്പോസിറ്റ് ഞാൻ പറയുകയാണ്, നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുള്ള ഫുട്പാത്തുകൾ ഒഴിവാക്കുക. ആദ്യം ചെയ്യണം. ഫുട്പാത്തിൽ വെച്ചിരിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളും മാറ്റിക്കണം. അവിടെ യഥേഷ്ടം ആളുകൾക്ക് സഞ്ചരിക്കാൻ പാകത്തക്ക നിലയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഞാനിത് പറയുന്നത്, കുരിക്കൽ നഗറിന്റെ ഫ്രണ്ടിൽ ഒരു പാസേജ് ഉണ്ട്. എത്ര കടയായിരിക്കുന്നത്? ഇപ്പൊ നേരത്തെ ഒരു പച്ചക്കറിക്കാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് അത് തിരിച്ചു പറയുന്നു, 5 കടയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, എല്ലാ ബിസിനസ്സുകാരും അവരുടെ വാഹനം റോഡിൽ നിർത്തും, എന്നിട്ട് അവന്റെ കട തുറന്നു വയ്ക്കും. ഈ പാർക്കിംഗ് എന്ത് ചെയ്യും? നഗരസഭയ്ക്ക് ഉത്തരവാദിത്വമില്ലേ ഈ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലത്ത്? ഞങ്ങളൊക്കെ ആളുകൾ 1 അടി 1/2 അടി കുറവിന്റെ പേര് നമ്പർ തരികയല്ല. എവിടെയാണെന്നറിയോ? മലമണ്ടേ. ഇതേ ഇരിക്കുന്ന ഞങ്ങൾ ചോദിക്കുന്ന തർക്കമൊന്നുമല്ല പറയുന്നത്. ഈയിടെ ഞാനൊരു കെട്ടിടം വന്ന് 1/2 അടി കുറവ്. നിങ്ങൾ എവിടെയെങ്കിലും ഈ രാത്രി സംബന്ധിച്ചൊരു പാർക്കിംഗ് സ്ഥലം കാണിക്കാവോ? ഇല്ലല്ലോ. ഈ താഴത്തെ ഓപ്പൺ നിലകളിൽ പാർക്കിംഗ് കാണിക്കണ്ടേ? അവർ പിന്നെയും വണ്ടി കയറ്റിയിടാനുള്ള സൗകര്യം. പാവപ്പെട്ട ഓട്ടോച്ചാടെ പുറകെയും ബൈക്കാനും നെഞ്ചത്ത് പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ ഉദ്യോഗസ്ഥനും ഭരണ സംവിധാനവും ചെയ്യേണ്ടത് പാർക്കിംഗ് സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ള, അല്ലെങ്കിൽ അവന്റെ വാഹനങ്ങൾ അവിടെ നിന്ന് മാറ്റാനുള്ള സംവിധാനം ഒരുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഫുട്പാത്തിൽ കയറി കച്ചവടം ചെയ്യുന്നു. ഇത്തരം നിർദ്ദേശങ്ങൾ കാലാകാലങ്ങളായി കൗൺസിലായിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഈ നഗരസഭയിൽ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ചെയ്യാൻ കഴിയാതെ യാദൃച്ഛികമായി 6 മാസം കൂടുമ്പോഴോ 1 വർഷം കൂടുമ്പോഴോ ഒരു ട്രാഫിക് കമ്മിറ്റി വിളിക്കുന്നു, അതിനൊരു നിർദ്ദേശം ഉണ്ടാക്കുന്നു, അത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ 25 സ്റ്റോപ്പ് ആ ബസ്സിന്. പോലീസിനെ വിളിച്ചിടണം, വണ്ടി മാറ്റാൻ പറയണം, അല്ലെ വണ്ടി പിടിച്ചിടണം. അതിന്റെ ചങ്കൂറ്റമില്ലേ ഭരണസമിതിക്ക്? പറ്റില്ല ഇട്ടിട്ട് പോക്കണം. എന്നെ നിർദ്ദേശം കൃത്യമായി പാലിക്കണം. പോലീസിനെ കൂടി ജയിപ്പിക്കണം. ഭരണങ്ങാനം, ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ, ചമ്പലമറ്റം, തിടനാട്, ഇതേപോലെ പൂഞ്ഞാർ വരെ പോലീസുണ്ട്. എന്താ ഇല്ലാട്ടിട്ട് പോലീസ് വരാത്തത്? നിർദ്ദേശം പാലിക്കണം, ചെയ്യിപ്പിക്കുകയും ചെയ്യണം. എങ്കിലേ നമുക്ക് ഭരണസമിതി ഉത്തരവാദിത്വം ഉണ്ടാവുള്ളൂ. ഈ എല്ലാ കാലത്തും നിങ്ങൾ വിമർശിക്കുന്നു എന്നുള്ള നടപടിയല്ല അത്. അതിലെല്ലാ കക്ഷികളും ഉത്തരവാദിയുക. അതുകൊണ്ട് ആദ്യമായി എനിക്ക് പറയാനുള്ളത്, അവിടെ ഈ ഇപ്പം നിലവിൽ ഈ പെരുന്നിലം ഒരു മനുഷ്യനും കയ്യേറി പിടിച്ചതല്ല. രാഷ്ട്രീയപരമായി ഞങ്ങൾ മാത്രം നിന്ന് പിടിച്ചെടുത്ത സ്ഥലമാണ് 20 അടി. അവിടെ ബസ് കയറി കിടക്കുന്നത്. അന്ന് ആർക്കും ആ സ്ഥലം പോലും വേണ്ടായിരുന്നു. ഇരിക്കുന്ന ആളുകൾ അറിയാമെന്നുള്ളവർ എനിക്കറിയാം, കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. തീർച്ചയായും ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കണം. ട്രാഫിക് നടപ്പിലാക്കണമെങ്കിൽ കൃത്യമായ ദിശാബോധം ഉണ്ടാവണം, കൃത്യമായി സംവിധാനം ഉണ്ടാവണം. അതുപോലെ അവിടെ ചില റോഡുകളൊക്കെ തന്നെ ഈ പറഞ്ഞ പാസേജ് എല്ലാം ആളുകൾ കയ്യേറിയിരിക്കുന്നു. അത് നഗരസഭാ ഭരണസമിതിയും ഉത്തരവാദിത്തപ്പെട്ട കൗൺസിലർമാരും ഇറങ്ങിയെന്ന് ആ സ്ഥലം പൂർണ്ണമായും ഒഴിവാക്കി നമുക്ക് യാത്രക്കാർക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. അതിനുശേഷം മാത്രമാകണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്തതിന് ശേഷം ഉദ്യോഗസ്ഥരെ കൊണ്ട് അവിടെ ജോലി നിർവഹിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അത് കൂടുതൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. നേരത്തെ പറഞ്ഞ 1 ലക്ഷം
ഇപ്പൊ MLA പറയുകയാണ് കൃത്യം 3 ലക്ഷം രൂപയ്ക്ക് ഈരാറ്റുപേട്ട മുഴുവൻ കഞ്ചക്ഷൻ ഒഴിവാക്കും. അത് കൗൺസിലർമാർ കണ്ടെത്തണം എന്ത് ചെയ്യണം, എന്താണ് പരിപാടി, എന്ത് ചെയ്താൽ കഞ്ചക്ഷൻ ഒഴിവാക്കാൻ പറ്റും എന്നുള്ള തിരിച്ചറിവ് ചർച്ച ചെയ്യാൻ ഈ 28 കൗൺസിലർമാർക്ക് കഴിയുന്നില്ല. ഒന്നിച്ചിരുന്ന് ഇവർക്കൊരു സംവിധാനം എടുക്കാൻ കഴിയുന്നില്ല. പിന്നെ നമ്മളെ വിളിച്ച് മാസാമാസം വിളിച്ചിട്ട് അല്ലെ 6 മാസം കൊണ്ട് വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാമെന്നുണ്ടെങ്കിൽ ഈ കഞ്ഞിങ്ങൾ തന്നെ മുന്നോട്ട് പോകുകയുള്ളൂ. നമ്മുടെ ഈരാറ്റുപേട്ടയിലെ ഇന്ന് ട്രാഫിക് പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ്. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ബോഡിയാണ് ഇവിടെ ഇരിക്കുന്നത്, ചെറിയൊരു ബോഡിയല്ല. MLA, ഡെപ്യൂട്ടി തഹസിൽദാർ, CI, MPI എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമുണ്ട്. വളരെ കാര്യഗൗരവമായ ഒരു ചർച്ചയാണ് നടക്കുന്നത്. ഈരാറ്റുപേട്ടയുടെ ഭൂപരിധി, നമ്മുടെ ഡെൻസിറ്റി, ജനസാന്ദ്രത MLA ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായി. ഈ 7.5 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു ട്രാഫിക് സംവിധാനമാണ് നമ്മൾ ഈ നാട്ടിൽ നടപ്പിലാക്കുന്നത്. അതായത് ഇത് 7 പ്രപ്പോസൽ കൊടുക്കും. 7 പ്രപ്പോസൽ നമ്മൾ സ്വീകരിക്കുവാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ റിംഗ് റോഡുകൾ, അതായത് നമ്മുടെ തൊടുപുഴ റോഡിൽ ഇവിടെ നടക്കൽ കോസ്വേ, അതുപോലെ തന്നെ MBS ജംഗ്ഷനുള്ള കോസ്വേ, മുഹദ്ദീൻ പള്ളിയുള്ള കോസ്വേ, അരുവിത്ര പിന്നെ കോളേജ് റോഡിലുള്ള കോസ്വേ, ഇതിങ്ങനെ നമുക്ക് പ്രയോജനപ്രദമാക്കാം. ഈ റോഡുകൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നമ്മുടെ പൊതുവായ ചർച്ചയാണ്. ആ ചർച്ചയിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു പോകണം. തൊടുപുഴയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നടക്കൽ കോസ്വേ കടന്ന് ബസ് സ്റ്റാൻഡിലോട്ട് വരികയും തിരിച്ചു പോകുന്നത് ടൗണിൽ കറങ്ങി അങ്ങോട്ട് പോകുന്നൊരു സംവിധാനം ഉണ്ടാകുകയും, പാലായിൽ നിന്ന് വരുന്ന വണ്ടി, ഈരാറ്റുപേട്ട സമാപിക്കുന്ന വണ്ടി നമ്മൾ ഈരാറ്റുപേട്ട വടക്കേക്കര മുട്ടൻ ജംഗ്ഷൻ വഴി അത് ഈരാറ്റുപേട്ട ബസ് സ്റ്റാൻഡിൽ വന്ന് അവിടെ പിന്നെ സമാപിക്കുന്ന, അവിടെ തീരുന്ന വണ്ടിയാണെങ്കിൽ അവിടെ തുടർന്നുള്ള ട്രാഫിക് ടൗൺ, നമ്മൾ തിരക്ക് എന്ന് പറയുന്ന ട്രാഫിക് നമ്മൾ ടൗണിലാണല്ലോ. അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്ന വണ്ടി MLA ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുഹദ്ദീൻ പള്ളി റോഡ് ഉപയോഗിക്കാവുന്ന, മുഹദ്ദീൻ പള്ളിയുടെ റോഡ് ഉപയോഗിച്ചാൽ അവിടെ വരുന്ന വണ്ടി നേരെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് അങ്ങ് പോകാനുള്ളൊരു സംവിധാനം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ അത് ടൗൺ ചുറ്റി പോകട്ടെ. അതുപോലെ പാലായിൽ നിന്ന് വരുന്ന നമ്മുടെ ഈ പിന്നെ കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് വരുന്ന വണ്ടി പിന്നെ ഈരാറ്റുപേട്ടയിൽ നമുക്കിപ്പോൾ 2 സ്റ്റോപ്പാണ്. അരുവിത്ര പള്ളിയുടെ മുൻഭാഗവും പിന്നെ അതിനുശേഷം ഇവിടെ പിന്നെ നൗഫൽ ഖാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള മണിക്കൽ കോംപ്ലക്സിന്റെ ഫ്രണ്ടിലുമാണ് നമ്മൾ നേരത്തെ ഒരു സ്റ്റോപ്പ് അവിടെ തീരുമാനിച്ചിരിക്കുന്നത്. അവിടെയാണ് ഒരു വീതി കൂടിയ ഒരു പ്രദേശം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് സ്റ്റോപ്പാകാം. ഈരാറ്റുപേട്ട സെൻട്രൽ ജംഗ്ഷനിലുള്ള ആ സ്റ്റോപ്പ് പൂർണ്ണമായും നിരോധിക്കണം, പൂർണ്ണമായും നമുക്ക് നിരോധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങൾ, പ്രൈവറ്റ് സ്റ്റാൻഡിൽ പുറപ്പെടുന്ന വാഹനങ്ങൾ, ഈ തൊടുപുഴയ്ക്ക് വരുന്ന വാഹനങ്ങളും അതുപോലെ പാലായിലേക്ക് വരുന്ന വാഹനം, കാഞ്ഞിരപ്പള്ളി, അവിടെ നമ്മൾ ബസ്സുകൾ പലയിടത്തായി സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ആ നിർത്തിക്കയറ്റുന്ന സംവിധാനം അങ്ങ് നിർത്തലാക്കണം. നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ നമ്മൾ ഈരാറ്റുപേട്ട നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന വണ്ടി അംഗീകരിച്ച് കൊടുത്തിരിക്കുന്ന സ്റ്റോപ്പിൽ നിർത്തണം. അതായത് ഈരാറ്റുപേട്ട സെൻട്രൽ ജംഗ്ഷനിലാണ്. ഈരാറ്റുപേട്ട സെൻട്രൽ ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ അരുവിത്ര പള്ളിയാണ്. അതുപോലെ പാലായിൽ നിന്ന് വരുന്ന പാലായിക്ക് പോകുന്ന വണ്ടി ഇതുപോലെ തന്നെ സ്റ്റോപ്പുണ്ട്. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് വരുന്നത് അവിടെ ആ വാഹനങ്ങൾ നിർത്തിയിടുമ്പോൾ കൺജഷൻ ഉണ്ടാകും. അപ്പോൾ അത് കൃത്യമായി പരിപാലിക്കാനും കൃത്യമായി നിർദ്ദേശം കൊടുക്കുവാനും പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ജനപ്രതിനിധികൾ, പണ്ട് നമ്മൾ നേരത്തെ ഒന്നാണ് ജനപ്രതിനിധികളൊക്കെ ആ ദിവസം സ്റ്റാർട്ടിങ് ദിവസം പരിഷ്കാരത്തിൻ്റെ ആ ദിവസം ജനപ്രതിനിധികളും കൗൺസിലർമാരും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരൊക്കെ റോഡിലിറങ്ങി നിന്ന് ഒരു പിന്നെ ഒരു കൂട്ടായ ഒരു പ്രവർത്തനം കുറച്ച് ദിവസം അത് പിന്നെയും പഴയപടി ആവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിൽ നമുക്ക് ഈ പിന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് എന്നൊരു അംഗീകരിച്ച് കൊടുത്തിരിക്കുന്ന സ്റ്റാൻഡുണ്ട്. ആ അംഗീകരിച്ച് കൊടുക്കുന്ന സ്റ്റാൻഡിൽ മാത്രമേ അവർ കിടക്കാവുള്ളൂ. ഈരാറ്റുപേട്ട സെൻട്രൽ ജംഗ്ഷനിൽ ഇപ്പോൾ നേരത്തെ ഒരു 4 നമ്മുടെ സ്റ്റാൻഡ് കൂടാതെ ആ സൈഡ് കണ്ടത്തിക്കരയുടെ റോഡിൻ്റെ സൈഡിലായിട്ട് 4 ഓട്ടോറിക്ഷയ്ക്കാണ് അംഗീകാരം കൊടുത്തത്. ഇന്നിപ്പോൾ 40 ഓട്ടോറിക്ഷയാണ് ആ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ പിന്നെ അങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് പാർക്ക് ചെയ്യുന്നത്. ആ പാർക്കിംഗ് സൗകര്യം അവിടെ നിന്ന് മാറ്റിയ നമ്മുടെ ആ കൺജക്ഷൻ പിന്നെ വണ്ടി പിന്നെ അവിടുത്തെ സ്റ്റോപ്പിൽ ആ കൺജക്ഷൻ നമുക്ക് അവിടെ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഫുട്പാത്തിലിരിക്കുന്ന കച്ചവടങ്ങൾ അത് നിർബന്ധമായിട്ട് കയ്യേറിയിട്ടുണ്ട് എങ്കിൽ അവിടെ നമ്മളത് മാറ്റി കടയ്ക്ക് ഉള്ളിലോട്ടാക്കണം. അതിനുള്ളൊരു സംവിധാനം നമ്മൾ ഏർപ്പാട് ചെയ്യണം. ഇതൊക്കെ നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം, ഉദ്യോഗസ്ഥ രാഷ്ട്രീയ നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. അതുപോലെ മുനിസിപ്പാലിറ്റി തീരുമാനമെടുത്ത് ആ തീരുമാനം നമുക്ക് ഈ പ്രാവശ്യം ഇംപ്ലിമെന്റ് ചെയ്യണം. 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കട്ടെ. ഇവിടെ 7 തീരുമാനത്തിൽ 1 മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ടിലേക്ക് കുരുക്കൽ നഗറിലേക്ക് ഇറങ്ങാൻ പാടില്ലെന്നും സപ്ലൈകോ വഴി പോകണമെന്നാണ്. അതുവഴിയുള്ള റോഡ് ഇടസമയങ്ങളിൽ പ്രിയപ്പെട്ട ഇവിടുത്തെ ഉദ്യോഗസ്ഥരിൽ നോക്കേണ്ടതുണ്ട്. കാരണം
അവിടുത്തെ ബിൽഡിങ്ങിൻ്റെ ഉടമകൾ ആ റോഡിൽ മുഴുവൻ പാർക്കിംഗ് ആണ്. അവരുടെ പാർക്കിംഗ് സ്ഥലത്ത് അവരുടെ സാധനങ്ങൾ കച്ചവടം ഇറങ്ങി വെക്കുകയും വാഹനങ്ങൾ റോഡിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഓട്ടോറിക്ഷകൾക്കോ ബൈക്കുകൾക്കോ പോകാൻ കഴിയുകയില്ല അതിലെ പോകാൻ. പിന്നെ മറ്റൊന്ന്, KSRTC ജീവനക്കാരിവിടെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. KSRTC ഈരാറ്റുപേട്ട ടൗണിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഈ പുളിക്കൽ കോംപ്ലക്സിന് മുമ്പിൽ വണ്ടി നിർത്തുന്നത് അവർക്ക് യാതൊരു മാന്യത ഇല്ലാത്തതാണ് അവർ വണ്ടി നിർത്തുന്നത്. അവർ പ്രൈവറ്റ് ബസ്സുകൾ കുറച്ചൊക്കെ സൈഡിലേക്ക് മാറ്റിയിടുമ്പോൾ KSRTC ഒത്ത നടുക്ക് വയ്ക്കും. വേറെ ഒരാൾക്കും ഒരു ബൈക്കിൽ പോലും കടന്നു പോകാൻ പറ്റില്ല KSRTC പാർക്ക് ചെയ്താൽ. അത് സെൻട്രൽ ജംഗ്ഷനിലും അതെ, ബസ് സ്റ്റാൻഡ് മുമ്പിലും അതെ, സീബ്രാളിയിൽ വട്ടം കൊണ്ട് വെക്കുകയാണ്. ഒരാൾ അക്കരെ ഇക്കരെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. KSRTC ഇല്ലെന്ന് തോന്നുന്നു. അതുപോലെ PWDയുടെ ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത്, PWDയുടെ ഓടയ്ക്ക് മുകളിലിരിക്കുന്ന സ്ലാബിലാണ് മിക്ക വ്യാപാരികളും സാധനങ്ങൾ വെച്ചിരിക്കുന്നത്, സാധനങ്ങൾ ഇറക്കി കച്ചവടം ചെയ്യുന്നത്. അവരുടെ തട്ടുകട ഉൾപ്പെടെ പല സംഭവങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ പറയും. നമ്മുടെ 2 റോഡ്, ബസ് സ്റ്റാൻഡ് റോഡാണ് മെയിനായിട്ട് ഞാൻ പറയുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ളത്. നടക്കേണ്ട വഴിയിലാണ് ബസ് സ്റ്റാൻഡ് റോഡിലെ വ്യാപാരികൾ പലതും ഇറക്കി അവരുടെ PWD സ്ലാബിന് മുകളിൽ ഇറക്കി വെച്ചാണ് കച്ചവടം ചെയ്യുന്നത്. അത് PWD അധികാരികൾ ശ്രദ്ധിക്കണം. ഒരിടത്തും നടത്താത്ത ഒരു സംഭവമാണ് പേട്ടയിൽ നടക്കുന്നത്. പിന്നെയുള്ളത് ഇസ്മായിൽ പറഞ്ഞതുപോലെ ഈ കുരുക്കല്ലാറിൻ്റെ ഭാഗത്ത് മിക്കവാറും പോലീസ് ചെക്കിംഗ് ഉണ്ട്. അത് വല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അത് കുരുക്കൽ ജംഗ്ഷനാണ് ഈ പറയുന്നത്. 3-4 വഴിയിൽ നിന്ന് വണ്ടി വരുന്നിടത്താണ് ആ ചെക്കിങ് നടക്കുന്നത്. ബൈക്ക് ചെയ്ത് പിള്ളേർ വരുമ്പോഴത്തേക്ക് ഹെൽമെറ്റ് ഇല്ലായിരിക്കാം, അത് വട്ടം തിരിക്കുകയും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ചെക്കിങ് വെച്ച് മാറി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഒന്ന് നടത്തണം എന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ 4 തവണ വിളിച്ചിട്ടും അവർ വന്നിട്ടുമില്ല. അത് കോളേജ് പഠിക്കുന്ന പയ്യനാണെന്ന് എനിക്കറിയത്തില്ല. സ്കൂളും കോളേജിൻ്റെ സമയത്ത് ഭയങ്കരമായിട്ട് അപകടാവസ്ഥയിലാണ് ഇവിടെ ബൈക്ക് ഓടിക്കുന്നത്. ആ ബൈക്ക് നമ്മുടെ XML വിജയ സാറിൻ്റെ പോകുന്ന ആ വഴിക്ക് ഒരു വീടിൻ്റെ മതിനോട് ചേർത്ത് ആ ബൈക്ക് ഒന്നും കാണാം. അപ്പം കോളേജ് പഠിക്കുന്ന പയ്യൻ്റെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. അതൊന്നും ഒരു നടപടി ഉണ്ടായിരുന്നു. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത അല്ല, സാറിനെ വിളിച്ച് സാർ എടുത്തില്ല. ഞാൻ വിളിച്ചു, ഇതെല്ലാം ഇവരെ ഈ ലാൻഡെ വിളിച്ച് കിട്ടാനില്ല. സാറിനൊക്കെ ഞാൻ വിളിച്ചു. അതിപ്പോൾ പള്ളിവാതിക്കല് മധ്യമന്മാര് അല്ല, നമ്മുടെ അരിയത്ര പള്ളിവാതിക്കല് ആ മുണ്ടോറ്റം ബേക്കറിയിലൂടെ 5-6 പേരിരിപ്പുണ്ട്. ഇവർ എവിടുത്തുകാരാണെന്ന് വിരോധത്തില്ല. ഇവർക്ക് 19 വയസ്സേ ഉള്ളൂ. ഇവന്മാർ അവിടെ നിന്ന് അടിയുമ്പോൾ ഒരു സ്ത്രീയുണ്ട്. മദ്യപാനം എന്ന് പറഞ്ഞാൽ അത് പരസ്യമായിട്ട് എൻ്റെ കടക്കാരൻ എൻ്റെ വാട്സപ്പിൽ ഇട്ട് തന്നിട്ടുണ്ട്. അവർ മദ്യപിക്കുന്നു എന്നും അടിയുമ്പോഴും അവർ 5-6 പേര് ഇവരെ എടുത്തുകാരാന്ന് അറിയത്തില്ല. കള്ളമാനം നമുക്കറിയത്തില്ല. അത് പറയുന്നുണ്ട്. സീറ്റ് അടിയുമ്പോഴും 4 കോളേജ് പോയിരുന്നു. അല്ല, ഞാനിതെല്ലാം വിളിക്കുന്നുണ്ടെന്ന് ഇവരിത് വിളിക്കുന്നുണ്ട്. വരാമെന്ന് പറയുന്നില്ല ആരും. ഞാൻ കേട്ടിട്ടില്ല. അല്ല, ഞാൻ വിളിച്ച ദിവസം മുണ്ടോറ്റത്ത് വന്ന് കയറി വന്ന് മാനേജറോട് ചോദിച്ചെന്ന് പറഞ്ഞു. ഞാൻ വൈകിട്ട് വരെ പൊക്കിക്കളാന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. SI ആണോ എനിക്ക് പിന്നെ SI ആണോ പറഞ്ഞത് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? നമ്മൾ ഓട്ടോ എടുത്ത് ഒരു 4-5 ഓട്ടോ എടുക്കാൻ കഴിവുള്ളവന് എടുത്തിട്ട് എന്ത് ചെയ്യുക? ബാക്കിയുള്ളവർക്ക് ഓട്ടോ ഓടാൻ കൊടുക്കുന്നു, അതിന്റെ പൈസ മേടിക്കുന്നു. ഈ ഓട്ടോ എടുക്കുന്നവർക്ക് ലൈസൻസ് ഉണ്ടോ, അവർ കാക്കി ഇടുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലതും നോക്കുകയാണെങ്കിൽ ഈ 10, 50, 60 വയസ്സുള്ളവരോട് ചോദിച്ചാൽ അറിയാം. ഇങ്ങനെയുള്ളവർ വന്നു കയറി ഓടുന്നതാണ് ഏറ്റവും വലിയ ദുരിതം. ഇനിയിപ്പോൾ രണ്ടാമത് പറയാനുള്ളത് വെച്ചാൽ ഈ അനധികൃതമായിട്ട് റെമഡിയാട് അവിടെയുള്ള ഓട്ടോ കറക്കല് സ്വാഭാവികമായിട്ട് നടക്കല് നമുക്ക് തേരുവാറ പത്താരപ്പടി പോകേണ്ടവർക്ക് വളരെ ഉപയോഗപ്രദമായുള്ള കാര്യം തന്നെയാണ്. കാരണം ബസ്സുകൾ എപ്പോഴും കിട്ടാറില്ല. പക്ഷെ ആ നേരത്ത് നടക്കുന്ന ഈ ഓട്ടോകൾ കറങ്ങുന്നത് ഈ പറയുന്ന ശരിക്കുമുള്ള തൊഴിലാളികൾക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് സന്തോഷം. ഇത് കുറച്ച് കുട്ടികൾ വന്നിട്ട് എന്ത് ചെയ്യാണ്, ആ വണ്ടി ഓടിക്കുന്നു, അവിടെ ഇട്ട് വട്ടം കറക്കുന്നു, കുറെ പേരെ കെറ്റിക്കൊണ്ട് പോകുന്നു, എളുപ്പം ആ പരിപാടി തീർക്കുന്നു. പക്ഷെ എന്താണ്, ആ സ്ഥിരമായിട്ട് ഓടുന്നവർക്ക് ആ ഓട്ടം കിട്ടിക്കോട്ടെന്നേ, ആ കറങ്ങല് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ചെയ്യുന്നത് ആരാണ് ആ ഓട്ടം എടുക്കുന്നത്? പിന്നെ ആരൊക്കെ പോയി സ്റ്റാൻഡിൽ കിടക്കും? അവർക്ക് ഓട്ടം വരുന്നില്ല. ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇപ്പൊ നമ്മുടെ സർക്കാർ ഇപ്പം ദീർഘദൂര സർവീസ് ഇപ്പം ചെയ്യുമ്പോൾ അതിൽ പോലും ഈ പറയുന്ന തൊഴിലാളികൾക്ക് അവർക്ക് ഉദ്ദേശിച്ച ഗുണം കിട്ടുന്നില്ല. കാരണം നമ്മുടെ ഇവിടെ ഓടുന്നവര് വീട്ടിൽ കൊണ്ട് വണ്ടി ഇട്ടേക്കുക, ഓട്ടം ലോങ് ഓട്ടം ഓടാൻ വേണ്ടി മാത്രം ഇടുവാണ് എന്താ അവസ്ഥ? അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് ഉപകാരപ്പെടുള്ളൂ. അപ്പൊ ഈ പറയുന്നത് ഓട്ടോയിൽ നമ്പർ ഉണ്ടെങ്കിൽ ഏകദേശം ആ ഒരു കാര്യത്തിൽ മാറ്റം ഉണ്ടാകുന്ന കരുതുന്നു. പിന്നെ ബസ് സ്റ്റോപ്പ്, ബസ്സുകൾ എല്ലായിടത്തും നിർത്തുന്നില്ല. അത് ചുമ്മാ പറയാണ്, അറിയത്തില്ലാതെ. നമുക്കറിയാം, പണ്ട് ഒരു പ്രാവശ്യം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു വണ്ടി ഇറങ്ങിയപ്പോൾ ഒരു കുട്ടി മരിക്കുകയുണ്ടായി. എല്ലാവർക്കും അറിയാവുന്ന സംഭവം വരുന്നു. ബസ് ഇറങ്ങി വന്ന നേരത്ത് ടയറിന്റെ അടിയിൽപ്പെട്ട് മരിക്കുകയുണ്ടായി. അപ്പൊ അതിനുശേഷം പോലും ഒരു ട്രാഫിക്കിന് പരിഷ്കരണമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പഠിക്കുന്ന കാലഘട്ടത്താണ്. അപ്പോൾ ഇപ്പൊ ഞാൻ പറയാനുള്ളത്, അവിടുന്ന് കുരുക്കൽ നഗർ സെൻട്രൽ ജംഗ്ഷൻ വരെ വണ്ടി നിർത്താതെ തന്നെ ഏറ്റവും കുറഞ്ഞ സ്പീഡിലാണ് വണ്ടി ഓടുന്നത്. നമുക്കൊരു നിയമമുണ്ട്, ഒരു ബസ് സ്റ്റാൻഡിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ കയറുമ്പോൾ 5 കിലോമീറ്ററോ 10 കിലോമീറ്ററാണ് സ്പീഡിൽ ഓടാൻ പറ്റുള്ളൂ. ആ ഒരു കണ്ടീഷനിലാണ് വണ്ടി ഓടിപ്പോകുന്നത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വന്ന് ഓടിക്കയറാം. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊന്ന് പറയാനുള്ളത്, ബസ്സുകൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്ന, പാലായിൽ നിന്ന് വരുന്ന വണ്ടികൾ അത്യാവശ്യം നല്ല സ്പീഡിലാണ് വരുന്നത്.
പക്ഷെ അവരുടെ ടൈം മാനേജ്മെന്റ് അവർ എവിടെ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സിറ്റി കയറുമ്പോൾ തൊട്ട് ബസ് സ്റ്റാൻഡിൽ കയറുന്നതാണ് അവരുടെ ടൈം. ആ ടൈം അവർ കീപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഇവിടം തൊട്ട് എഴയുവാണ്. ബസ് എവിടുന്ന് തുടങ്ങുന്നോ, നമ്മുടെ സിറ്റി എവിടുന്ന് തുടങ്ങും, കടുവാമഴി എന്ന് വേണേൽ പറയാം, കടുവാമഴി എന്ന് തുടങ്ങുവാണെങ്കിൽ അവിടുന്ന് ബസ് സ്റ്റാൻഡ് വരെ എത്തുന്ന ഒരു ബസ്സിന്റെ സമയം ചുമ്മാ ഒന്ന് നോക്കിയാണ് എല്ലാവരും. അത് എത്ര നേരം എടുത്താണ് ആ ബസ് ഓടുന്നത്, അതിന്റെ പുറകെ വരുന്ന വണ്ടികളുടെ ട്രാഫിക് എന്തോരം കൺജഷനാണ് ഉണ്ടാകുന്നത് മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ബസ്സുകാരുണ്ടാക്കുന്നത്. പിന്നെ പറയാനുള്ളത് നമ്മുടെ പാർക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങിന് ഇവിടെ പെർമിറ്റ് കൊടുക്കുന്നുണ്ട്, പാർക്കിങ്ങിന് അടിനിലയെ കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഷട്ടർ ഇട്ട് എന്താക്കുക, അത് പിന്നെ ഷട്ടർ ആക്കി അത് ബിൽഡിംഗ് ആക്കി പെർമിറ്റും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ ബിൽഡിങ്ങിന്റെ പാർക്കിംഗ് സൗകര്യം അവിടെ പോയി. അപ്പൊ അങ്ങനെ പോകുമ്പോഴേക്ക് ഇനിയുള്ളവർ എവിടെ കൊണ്ട് വണ്ടി ഇടും? ഒരു ബിൽഡിംഗ് കൊടുക്കുമ്പോൾ അല്ലെ ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുമ്പോൾ അതിന് പാർക്കിംഗ് കൊടുക്കേണ്ട ഒരു മാന്യമായ കടമ ഒരു മുനിസിപ്പാലിറ്റിക്കില്ലേ? മുനിസിപ്പാലിറ്റിയുടെ ഇത് പറയുകയാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള മുനിസിപ്പാലിറ്റി വെച്ച് തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ഒരേ ആള് തന്നെ പാലായില് മുനമ്പം നടത്തുന്ന അതേ ആള് തന്നെയാണ് പേട്ടയിൽ മുനമ്പം നടത്തുന്നത്. പാലായിൽ പാർക്കിംഗ് ഇട്ടേക്കുന്നതിന്റെ അതേ മുനിസിപ്പാലിറ്റിയാണ്. അതൊന്നും ആലോചിക്കണം, അതിന് ഗ്രേഡ് തിരിച്ചിട്ടില്ല, മുനിസിപ്പാലിറ്റിയാണ്. അതേ മുനിസിപ്പാലിറ്റി ഈരാറ്റുപേട്ട ഓടുമ്പോൾ ആ മുനമ്പം നടത്തുന്നത് എത്രയോളം റോഡിലേക്ക് ഇറക്കിയെന്ന് അറിയിക്കും. അപ്പൊ നമുക്ക് ഇവിടെ വേറെ നിയമം, ഇവിടെ ഈരാറ്റുപേട്ടയിൽ എന്തും പറ്റും. സാധാരണക്കാരുടെ നെഞ്ചത്ത് കയറുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് മനസ്സിലാക്കണം. പിന്നെ സാധാരണക്കാരൻ പിന്നെ വഴിയോര കച്ചവടം മുനിസിപ്പാലിറ്റിയുടെ റൂൾ അനുസരിച്ച് വഴിയോര കച്ചവടം അനുവദനീയമാണോ ഇല്ലയോ എന്ന് ആദ്യം ഈ നമ്മുടെ ഗവൺമെന്റ് എംപ്ലോയീസ് ഒന്ന് പറയണം, എന്നാലേ നമുക്കറിയത്തുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാല് പാലായിൽ വഴിയോര കച്ചവടം കാണാനില്ല എന്ന് വെച്ചാൽ നിർദ്ദിഷ്ട ഏരിയയില് തൊടുപുഴയെ കാണാനില്ല. ഇനി അടുത്ത് എവിടെയാണ് മുനിസിപ്പാലിറ്റി ഉള്ളത്? ആ ഏരിയയിൽ ഒന്നും നമുക്ക് ഈ വഴിയോര കച്ചവടങ്ങൾ ഇത്രയും ഇതിൽ കാണാൻ കഴിയില്ല. കാരണം ഇത്രയേറെ വാടകയും പിന്നെ കരവും അടച്ചിരിക്കുന്ന പിന്നെ കച്ചവടക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം. പിന്നെ ഇത്രത്തോളം ഉള്ളൂ. പിന്നെ നമുക്ക് നിലവിലുള്ള അമ്പലത്തിന്റെ അടുത്തൊരു പാർക്കിംഗ് ഉണ്ട്, അത്യാവശ്യം പേയാൻ പാർക്കുണ്ട്. ഈ പറയുന്ന വണ്ടികളൊന്നും അത്യാവശ്യക്കാർക്ക് കൊണ്ടിടാൻ വേണ്ടി ആരും കൊണ്ടിടുന്നില്ല. ഇടാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ കച്ചവടക്കാർ വെറുതെ കൊണ്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ കാശ് കൊടുക്കണം. പിന്നെ ഇവിടെ നമ്മുടെ പുളിക്കലിന്റെ അടിയിൽ പാർക്കിംഗ് ഏരിയ ഉണ്ട്, പുതിയ ബിൽഡിങ്ങിന്റെ അടിയിലെല്ലാം പാർക്കിംഗ് ഏരിയ, നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ആ പാർക്കിംഗ് ഏരിയയിലെല്ലാം ആരും പേ ചെയ്തിട്ട് പാർക്ക് ചെയ്യാൻ തയ്യാറില്ല. കാരണം എന്താണ്, ഇതുപോലെയുള്ള പാർക്കിംഗ് എവിടെയെങ്കിലും കൊണ്ട് തോന്നിയെടുത്ത് വണ്ടി ഇട്ടാൽ ആരും കുറ്റം പറയാനില്ല, ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കാനില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇതിനെ ആരും ഉപയോഗപ്രദമാക്കുമോ? ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് പറയുന്നു, അല്ല ഇത്തരം കാര്യങ്ങൾ ഓരോ നിർദ്ദേശങ്ങളെ ഞാൻ പറഞ്ഞു. എന്താണേലും ഈ ഒരു ട്രാഫിക് കമ്മിറ്റി കൂടുതൽ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നതാണ് വിശ്വാസം. പ്രത്യേകിച്ച് MLA ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. വ്യാപാരി വ്യവസായി എല്ലാ അർത്ഥത്തിലും സഹായിക്കും. പല പ്രശ്നങ്ങൾ വന്നതെന്ന് വെച്ചാൽ റോഡിലേക്ക് ഇറക്കി വെച്ച് കച്ചവടം ചെയ്യുന്ന വ്യാപാരികളെ അത് മാറ്റുന്നതിനുള്ള നടപടി ഉണ്ടാവും. അതുകൂടാതെ പുതിയതായി ഒരു ഓട്ടോ പാർക്കിംഗ് പുളിക്കൽ സ്മാളിന് മുമ്പിൽ ആദ്യം 2 ഓട്ടോറിക്ഷ 5ആയി 10ആയി 12ആയി. ആ പുളിക്കൽ സ്മാളിൻ്റെ അകത്ത് വലിയ വാടകയും സെക്യൂരിറ്റിയും കൊടുത്ത് കച്ചവടം ചെയ്യുന്നവർക്ക് അങ്ങോട്ട് വണ്ടി കയറാൻ പറ്റില്ല. ഇവർ വലിയ പ്രശ്നമാണ്. യൂണിയൻകാരുമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയും ഞാൻ പല യൂണിയൻകാരുമായിട്ട് സംസാരിച്ചു വിടാൻ, ഞങ്ങളുടെ യൂണിയൻകാരല്ല, ATC അല്ല, CET അല്ല, STU അല്ല. പിന്നെ ആരാണ് ഇവിടെ ഓട്ടോ ഇട്ട് പാർക്ക് ചെയ്യുന്നത്? റോഡിലെല്ലാം ഇപ്പൊ പറഞ്ഞ ഈ ഉന്തുവണ്ടിയുള്ള കച്ചവടം. വ്യാപാരികളെ സംബന്ധിച്ചോളം 10 ലക്ഷം രൂപ സെക്യൂരിറ്റിയും ഒരു ദിവസം 1000 രൂപയും വാടകയ്ക്ക് ഇരിക്കുന്ന കച്ചവടക്കാരുണ്ട്. അതിന്റെ മുമ്പിൽ ഒരു ലൈസൻസും വേണ്ട, ഒന്നും വേണ്ട. 5 വർഷം മുമ്പ് മുനിസിപ്പാലിറ്റി സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഒരു സ്കീം നടപ്പാക്കിയപ്പോൾ ഇവിടെ കുറെ ആളുകൾക്ക് കച്ചവടം ചെയ്യാൻ അനുവാദം കൊടുത്തിരുന്നു. അങ്ങനെ അനുവാദം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ സർട്ടിഫിക്കറ്റ് തൂക്കിയിട്ടിട്ടാണ് ഇവരവിടെ ഇരിക്കുന്നത്. ആർക്കും മാറ്റാൻ പറ്റില്ല. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇവർ ആ സർട്ടിഫിക്കറ്റ് പ്ലാസ്റ്റിക് കവറിനകത്ത് എടുത്ത് നമ്മളെ കാണിക്കും. ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റി അനുവാദം തന്നിട്ടുണ്ട്. അപ്പൊ അത് അവർക്കൊരു വ്യാപാരം ചെയ്യാനുള്ള മേഖല കണ്ടുപിടിച്ചായെങ്കിലും അവരവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ആരും സാധനം വാങ്ങാൻ പോകുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടിയാലോടുകൂടി നിരന്തരമായ മീറ്റിങ്ങുകൾ കൂടി മാത്രമേ ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ. പുതിയ നിർദ്ദേശങ്ങളൊന്നുമില്ല, ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ. പിന്നെ പല നിർദ്ദേശങ്ങളും വന്നു, 1 വേ സംവിധാനമൊക്കെ. ആ 1 വേ സംവിധാനത്തെ കുറിച്ച് എന്താണെന്ന് അറിയാൻ പറ്റില്ല, അറിഞ്ഞാൽ മാത്രം നമുക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. വ്യാപാര മേഖലയെ സംബന്ധിച്ചോളം ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. വ്യാപാരം ഉണ്ടെങ്കിൽ ഇതേ ടൗണുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ സഹകരിക്കണോ ആ നിലയിൽ ചെയർപേഴ്സൺ MLA പറയുന്ന വിധത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും. പിന്നെ നമ്മുടെ ഈരാറ്റുപേട്ടയിൽ 2 പോലീസല്ല, അവർ എന്താണ് ഹോം ഗാർഡ്, ഒരു പ്രയോജനമില്ല. അങ്ങനെയുള്ള പാവം, അദ്ദേഹം വളരെ നല്ലൊരു ഉദ്യോഗസ്ഥനാണ്. പുള്ളി പറഞ്ഞാൽ ആരും കേൾക്കത്തില്ല എന്നൊരു പ്രശ്നമുണ്ട്. പക്ഷെ കേൾക്കത്തില്ലാത്തവരുടെ നമ്പർ CAക്ക് അയച്ചു കൊടുത്ത് അദ്ദേഹം കേസെടുക്കും.
അങ്ങനെ ഒരു സംവിധാനമുണ്ട് ഇതിന്. അവർക്ക് വലിയ പവറുള്ള ആളുകളാണ്. അവര് റെയിൽവേയിലോ അല്ലെങ്കിൽ ആർമിയിലോ ഒക്കെ വർക്ക് ചെയ്തവരാണ്, അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ റിട്ടയർ ചെയ്ത ആളുകളാണ്. അവർക്ക് ഈ പണി കൃത്യമായി അറിയാം. എന്താണെങ്കിലും അവരിവിടെ ഏതായാലും അതാണല്ലോ നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത്. ട്രാഫിക് പോലീസ് സംവിധാനം ഇല്ലാത്തൂടെ ഇല്ലാത്തപ്പോൾ ഹോം ഗാർഡിന്റെ എണ്ണം കൂട്ടി. പിന്നെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ വലിയ എനിക്ക് നന്നായി പറയാനുള്ളത്, VM സിറാജ് ചെയർമാനായ സമയത്ത് വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വളരെ കൃത്യമായി 1.5 മാസക്കാലം ഈരാറ്റുപേട്ടയിൽ നടന്നും ഇരുന്നും ട്രാഫിക് നല്ല നിലയിൽ പുനഃസ്ഥാപിച്ചത് വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. ഞാൻ പോലീസ് അല്ലെന്നല്ല പറയുന്നത്, അവർ നല്ല പണിയെടുത്താക്കാരുത്, നന്നായി കൃത്യമായി പോയി. അപ്പം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട്, പോലീസില്ല, അവരില്ല, ഇവരില്ല എന്ന് നമ്മൾ കുറ്റപ്പെട്ട് കാര്യമില്ല. കാരണം നമുക്കറിയാം ഈരാറ്റുപേട്ട മാത്രമല്ല പോലീസില്ലാത്ത കേരളം മുഴുവൻ പോലീസില്ല. പക്ഷേ ഈ ഒരു ജാം ആകുമ്പോഴേക്കും നമ്മുടെ നോമ്പ് കാലവും പെരുന്നാൾ സമയത്തൊക്കെ ഈരാറ്റുപേട്ട ശ്വാസം പൊട്ടി. കാരണം ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോമ്പ് തുറക്കുന്ന സമയത്താണ് ഈ കച്ചവടക്കാരെല്ലാം കണ്ണടച്ചു പോകുന്നത്. ആ സമയത്ത് മൊത്തം ബ്ലോക്ക്. ഒരു 10-12 ദിവസം, ഒരു 20 നോമ്പിന് ശേഷം 10 ദിവസവും പെരുന്നാളിനൊക്കെ വലിയ പ്രശ്നമായിരുന്നു. പിന്നെ അതൊന്നും നമ്മളിപ്പോഴും ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. എന്നാണേലും ഇത് എനിക്ക് നമ്മുടെ MLA പറയാനുള്ളത്, ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും ഇതൊന്ന് വിലയിരുത്തി എന്തെങ്കിലും കുറവുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ പരിഹരിച്ചു പോകുന്ന സംവിധാനം ഉണ്ടാക്കണം. ഓട്ടോറിക്ഷാനെ പ്രതികരിച്ചാണ് എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ കമ്മിറ്റി ചർച്ചകൾ കേട്ടപ്പോഴെല്ലാം മൊത്തം ഈ നാട്ടിലെ കുഴപ്പക്കാര് ഓട്ടോറിക്ഷക്കാരും ബസ്സുകാരുമാണെന്ന് മനസ്സിലായി. കാരണം ഇവിടെ വ്യാപാരികളുടെ ഫ്രണ്ടിലേക്ക് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ടൊന്ന് തിരിഞ്ഞാൽ 2 പേരുടെ കടയുണ്ട്. ആ 2 പേരുടെ കടയുടെ സാധനം ഇറക്കിയിരിക്കുന്നത് റോഡിന്റെ പകുതിയിലേക്കാണ് 2 തൂണ് വെച്ചിരിക്കുന്നത്. അപ്പം അല്ല, അത് ഓട്ടോറിക്ഷക്കാരെ അവിടെ മാത്രം ഒരു മോശക്കാരാക്കിയുള്ള സംസാരം പൊതുവെ വന്നുകൊണ്ടാണ്. ഈ ഞങ്ങൾക്ക് അർഹമായ ഒരു സ്റ്റാൻഡ് എവിടെയാണ് അനുവദിച്ചു തന്നിരിക്കുന്നത്? ഇവിടെ ചെയർപേഴ്സൺ പറഞ്ഞ് 17 കളം ഉണ്ടെന്ന് പറഞ്ഞു ഈരാറ്റുപേട്ടയില്. അതില് നമ്മുടെ ഒരിടത്തും കാണാത്ത പോലെയാണ് ഗവൺമെന്റ് ആശുപത്രിയുടെ ഫ്രണ്ടിലെ കളത്തിന് സ്റ്റേ കൊടുത്ത്, കടുവാമുടി സ്റ്റാൻഡിൽ സ്റ്റേ കൊടുത്ത്, വടക്കേക്കര കണ്ണമുണ്ടയുടെ ഫ്രണ്ടിൽ സ്റ്റേ കൊടുത്ത്, ലീഗളത്തിന്റെ അവിടെ നമ്മുടെ മസാഫിയുടെ ഫ്രണ്ടിൽ സ്റ്റേ കൊടുത്ത്. ഇത് ഓരോ ദിവസം ഓരോ സ്റ്റേ ആയിട്ട് ആൾക്കാർ ഇറങ്ങുമ്പോൾ ഞങ്ങൾ എവിടെയാണ് കൊണ്ടുപോയിട്ടുണ്ട്? ഞങ്ങളും ഈ കറങ്ങുന്നതും ഷെഡിലടിക്കുന്നതിനൊക്കെ ഞങ്ങളും എതിരാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു അർഹമായ സ്റ്റാൻഡ് എവിടെയാണ് നിങ്ങൾ അനുവദിച്ചു തന്നിരിക്കുന്നത്? ഞങ്ങൾക്ക് അർഹമായ ഒരു സ്റ്റാൻഡ് നിങ്ങൾ അനുവദിക്കുക, എന്നിട്ട് ഈ കറക്കം നിർത്താൻ പറ. ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് ഈ കറക്കം നിർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ മുന്നിൽ ഇറങ്ങാം. നിങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ നിർത്താൻ ഇറങ്ങാം. പക്ഷെ ഞങ്ങൾക്ക് അർഹമായ ഒരു സ്റ്റാൻഡ് നിങ്ങൾ അനുവദിച്ചു തരുന്നില്ല. സ്റ്റാൻഡ് അനുവദിച്ചു വരും, തന്നതിൻ്റെ 3ാമത്തെ വക്കം അവിടെ നിന്ന് ഒരു സ്റ്റേ ആയിട്ട് വരും. ആ സ്റ്റേ അടിക്കാൻ പോകണമെങ്കിൽ ഒരു 50,000 രൂപ ഹൈക്കോടതിയിൽ പോകണം. ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടിയാൽ കിട്ടുന്നത് 800 രൂപയാണ്. അതിൽ വല്ലതും കൂലിക്ക് ഓടിക്കുന്നവനാണെങ്കിൽ അവൻ കൊടുക്കണം 300 രൂപ ബാലൻസ്. ബാക്കി ഒരു 300 രൂപ വേണം ഒരു 800 രൂപയുടെ ആപ്പ് ഓടണമെങ്കിൽ. ബാക്കി 200 രൂപ ആയിട്ടാണ് അവൻ വീട്ടിൽ പോകുന്നത്. പിന്നെ എങ്ങനെയാണ് പോയി സ്റ്റേ അടിക്കുന്നത്? അപ്പോൾ ഞങ്ങൾക്കൊരു അർഹമായ സ്റ്റാൻഡ് ഞങ്ങൾക്ക് അനുവദിച്ചു തരണം. ഞങ്ങൾക്ക് അത് പറയാനുള്ളൂ. അല്ല, അതിനുശേഷം നിങ്ങൾ ഈ കറങ്ങുന്ന വണ്ടിയോ ഷെഡിൽ അടിക്കുന്ന വണ്ടിക്കൊക്കെ എതിരെ നിയമ നടപടി എടുത്തു. നമുക്ക് പരാതിയൊന്നുമില്ല. ഞങ്ങൾ ഈ ഷെഡിൽ അടിക്കുന്ന വണ്ടീനൊക്കെ പിടിച്ചുപോയിട്ടൊന്നും ഞങ്ങൾ ഇന്നേ വരെ സാർമാരുടെ അടുത്ത് ഈ വണ്ടി വിടണമെന്നും പറഞ്ഞ് ഞങ്ങൾ പോകാറില്ല. അപ്പം ഞങ്ങൾക്കൊരു സ്റ്റാൻഡ് അനുവദിച്ചു തരണം. പിന്നെ കാന്തപ്പള്ളി ബസ് സ്റ്റോപ്പിൽ 4 വണ്ടിക്കുള്ള പെർമിറ്റ് അനുവദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. നമ്മുടെ മരണപ്പെട്ടു അലിയാരാക്ക ഞങ്ങൾക്ക് അന്ന് ഇപ്പുറത്ത് കണ്ടത്തിങ്കരയുടെ ഫ്രണ്ടിൽ 4 വണ്ടിക്ക് അനുവദിച്ചു തന്നു. അതിനുശേഷം ഞങ്ങൾക്ക് കളം അനുവദിച്ചു തന്നെ. പിന്നെ പെർമിറ്റ് പറഞ്ഞായിരുന്നു, ഇവിടെ ഓട്ടോറിക്ഷക്കാർ പെർമിറ്റ് എടുക്കാതെയാണ്. ഈ മുനിസിപ്പാലിറ്റി ഞങ്ങൾ 3 പ്രാവശ്യം വന്ന് പെർമിറ്റ് എടുത്തു. ഞങ്ങൾക്ക് കള നമ്പർ വണ്ടിയുടെ ഫ്രണ്ടിൽ അനുവദിച്ചു തന്നു. അന്ന് മുനിസിപ്പാലിറ്റി ഒരു തീരുമാനം എടുത്തു, യൂണിയന്റെ ആൾക്കാർ അറിയാതെ ഇനി ഒരു പെർമിറ്റ് അവിടെ കൊടുക്കുകയെന്ന് പറഞ്ഞു. അതെല്ലാം ചവിട്ടുകൊട്ടെ വലിച്ചെറിയുന്ന പോലെ പറഞ്ഞു. 100 രൂപ വെച്ചായിരുന്നു അന്ന് പെർമിറ്റിന് മേടിച്ചത്. മുനിസിപ്പാലിറ്റിയുടെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുടെ എന്ന് പറഞ്ഞ ഒരു കാർഡ് ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു. അതിനുശേഷം ഇതെല്ലാം വലിച്ചെറിഞ്ഞു. ഈ പെർമിറ്റ് കൊണ്ട് എന്താണ് നേട്ടം കിട്ടുന്നത്? ഒരു നേട്ടവും ഇല്ല. ചുമ്മാ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നതല്ല, ഒരു നേട്ടവും ഇല്ല. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ പെർമിറ്റിന്റെ ഒരു വിഷയത്തിലേക്ക് പറയാത്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അർഹമായ സ്റ്റാൻഡ് ഞങ്ങൾക്ക് അനുവദിച്ചു തരണമെന്നുള്ളത് പറയാനുള്ളൂ. നമ്മൾ എല്ലാവരുടെ കൂടിയിരുന്നുകൊണ്ട് എന്താണോ MLA പറഞ്ഞതുപോലെ അതിന് വേണ്ട നടപടികളിലേക്ക് കടന്നു വരികയും അതുപോലെ തന്നെ ആർജവത്തോടെ നടപടികൾ സ്വീകരിക്കണം. അല്ലാതെ നമ്മളിവിടെ എഴുതി വെച്ച് പോയിട്ട് കാര്യമില്ല. ആർജവ നടപടികൾ സ്വീകരിക്കാനുള്ള പിന്തുണ കൗൺസിലർ നിലയ്ക്ക് അത് എൻ്റെ പിന്തുണയും ഞാൻ ഉണ്ടാവും എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെ വരുന്ന നമ്മുടെ ടൗണിലുള്ള ചെക്കിങ് ഒഴിവാക്കുന്ന കാര്യം ഇങ്ങനെ സംസാരിച്ചു. ഒരു കാരണവശാലും അത് ഒഴിവാക്കരുത്. പക്ഷെ ചെക്ക് ചെയ്യേണ്ട രീതി മാറ്റുക, കൺജസ്റ്റഡ് ആക്കാതെ ചെക്ക് ചെയ്യേണ്ട ചെയ്യും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ അതായത് ടൗണിന് പുറത്ത് നിയമപരമായിട്ട് നടക്കാം, ടൗണിനകത്ത് നിയമപരം അല്ലാതെ എന്തും കാണിക്കാം എന്നുള്ളൊരു നിലപാടും
ഹെൽമെറ്റ് ഇല്ല, 3 പേര് പോകുന്നു, കോളേജ് സ്റ്റുഡൻസിൽ 3-4 പേര് പോകുന്നു. അങ്ങനെയുള്ള പരിപാടി വേണ്ട. അത് പക്ഷെ അത് ഈ പറഞ്ഞ പോലെ അതിന്റെ അത് ചെക്ക് ചെയ്യുന്ന രീതി മാറ്റിയിട്ട് ആർക്കും പ്രശ്നമില്ലാത്ത രീതിക്ക് വീഡിയോ എടുത്തോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തോ ആ രീതിക്ക് പെറ്റി ഇഷ്യൂ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അല്ലാതെ ചെക്കിങ് ഒരു കാരണവശാലും ടൗണിലുള്ള ഒഴിവാക്കരുത്. അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇടയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഓട്ടോക്കളത്തിന്റെ കാര്യം. അത് പറഞ്ഞു തന്നെയാണ്, ഒരു ഓട്ടോക്കളം നിർബന്ധമാണ്, അത് ഉണ്ടാക്കണം. പക്ഷെ അതിലുപരി ഈ ഓട്ടോക്കളം ഉണ്ടാകുന്നതിലുപരി ഇതിൽ ഈ സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്നവർ ഇപ്പോഴും സ്റ്റാൻഡിൽ തന്നെ കിടക്കുന്നുണ്ട്. അവർക്ക് കാര്യമായിട്ടുള്ള ഓട്ടോ ഒന്നുമില്ല. പക്ഷെ ഇതല്ലാതെ മറ്റുള്ള സമീപ ഇതിൽ സ്റ്റാൻഡുകളിൽ കിടക്കുന്ന, നടക്കൽ മുതലുള്ള വാർഡുകളിൽ കിടക്കുന്ന അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാൻഡുകളിൽ കിടക്കുന്നവരാണ് ഇവിടെ കൂടുതലും ഈ ഓടി വന്ന് ചിത്രങ്ങളും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ കുരിക്കൽ നഗരം മുതലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം അക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു നടപടി ഉണ്ടാകണം. ഇവിടെ പറഞ്ഞ പോലെ കഴിഞ്ഞ ഭരണസമിതി രാഷ്ട്രീയമറിയല്ല, CPM അല്ല നടപ്പിലാക്കിയത്. ചില വ്യക്തികൾ മുനിസിപ്പൽ ചെയർപേഴ്സൺ, ഇപ്പൊ നമ്മുടെ സൂറാത്തുകാർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഒറ്റയ്ക്ക് ഒരു കാര്യം ഇവിടെ നടപ്പിലാക്കുകയാണെങ്കിൽ അത് നടപ്പിലാക്കാൻ പറ്റില്ല, തീരുമാനം എടുത്താൽ നടക്കില്ല. അതാണ് കഴിഞ്ഞ കാലത്ത് TMRന്റെ കാലത്ത് CPM അല്ല നടപ്പിലാക്കിയത്, TMRും കൂടെയുള്ള ഒരു 4-5 കൗൺസിലർമാരും മറ്റു പാർട്ടിയുടെ, അത് ഇസ്മാലിന്റെ പ്രതിനിധി ഉൾപ്പെടെ പാർട്ടി ഉൾപ്പെടെയുള്ളവർ നടപ്പിലാക്കിയ തുക്കളക്കിന്റെ പരിഷ്കാരം ഈരാറ്റുള്ള ജനങ്ങൾ തള്ളിക്കളഞ്ഞു. അതായത് ബസ് സ്റ്റാൻഡ് മുതൽ ഈരാറ്റൂർ ടൗൺ വരെ. നീ പറഞ്ഞപ്പോൾ ഞാൻ മറുപടി പറഞ്ഞില്ല, ഞാൻ പറയുന്നത് കേൾക്കുക. ഞാൻ പറഞ്ഞത് നിന്നോടല്ല, ഞാൻ ചേർന്നോടാണ് പറയുന്നത്. അത് ബസ് സ്റ്റാൻഡ് മുതൽ ഈരാറ്റൂർ ടൗൺ വരെ വേലി ഹാൻഡ് റെയിൽ വെച്ചു. ഇത്രയും ദീർഘവീക്ഷണമില്ലാത്ത പരിപാടി ഈ പറഞ്ഞ പോലെ VL സിനാഥ് ഭരിച്ചു, കുർവാരി ഭരിച്ചു, TMR ഉൾപ്പെടെയുള്ള TMRനെ നടപ്പിലാക്കി. അത് ചില വ്യക്തികളിൽ നിന്ന് സാമ്പത്തിക ലാഭം പരസ്യം വാങ്ങിച്ചുകൊണ്ട് ഹാൻഡ് റെയിൽ പിടിപ്പിച്ചു. അത് മൂന്നാമൊക്കെ പൊതുജനങ്ങൾ ചവിട്ടി പറഞ്ഞു കളഞ്ഞാൽ UDF എന്ത് ചെയ്യാൻ? അപ്പൊ രാഷ്ട്രീയമൊക്കെ പറയാൻ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് അത്തരം കാര്യങ്ങൾ ചെയർപേഴ്സൺ നടപ്പിലാക്കിയാലും നടക്കില്ല. ഇതുപോലെ കൂട്ടായ്മയായിട്ട് ഇത് തീരുമാനത്തിലേ നടക്കുള്ളൂ. അപ്പൊ അതിന് വിളിച്ച കമ്മിറ്റി നല്ലതാണ്. പക്ഷെ ഈ വിവേചനം അല്ലെങ്കിൽ ഇതുപോലെ ഉത്തരവാദിത്തം കാണിക്കാൻ പാടില്ല. പിന്നെ പറഞ്ഞത് നമ്മുടെ ഇവിടുത്തെ പാർക്കിംഗ് സംവിധാനം ഇല്ല. ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ മഞ്ചാടിത്തുരുത്തിൽ നല്ല സൗകര്യമുണ്ട്. തൽക്കാലത്തേക്ക് നമുക്ക് അവിടെ 2 വീലറോ 3 വീലറോ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഈ കോസ്മി പാലത്തിൻ്റെയും കുരുക്കളുടെ ഇടയ്ക്കുള്ള ഭാഗത്ത് പാർക്കിംഗ് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. അതുപോലെ ബസ് സ്റ്റോപ്പ്, ഈരാറ്റൂർ ടൗണിൽ ബസ് സ്റ്റോപ്പ് അനധികൃതം 1 നമ്മുടെ സെൻട്രൽ ജംഗ്ഷൻ അത് ഒഴിവാക്കണം. ഈ ബസ് സ്റ്റോപ്പും ഒഴിവാക്കാൻ പറ്റുമെങ്കിലും നല്ലതാണ്. കാരണം അതിൻ്റെ പിറയിൽ ഒരു 4-5 ഓട്ടോ, മുമ്പിൽ 4-5 ഓട്ടോ. അപ്പോൾ അത് വലിയ ട്രാഫിക് തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. അത് പരിഗണന. നമ്മൾ കഴിഞ്ഞ വർഷം ട്രാഫിക് കമ്മിറ്റി കൂടുകയും നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പം എലിയെ തോപ്പിച്ച് ഇല്ലം ചൊടുന്നത് പോലെ അത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയും. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാതിരിക്കാൻ കഴിയാത്തെന്ന് പറയാം. അന്ന് വഴിയോര കച്ചവടക്കാരെന്ന് പറഞ്ഞ കുറച്ച് കച്ചവടക്കാർ അവിടെ ഉന്തുവണ്ടിയായിട്ട് ഇരിപ്പുണ്ട്. അവരെ മാറ്റിയാലേ ട്രാഫിക് നിയമം നടപ്പിലാക്കൂ എന്ന് പറഞ്ഞ് ആ ട്രാഫിക് നിയമം കാറ്റിൽ പറത്തി കളയുകയാണുണ്ടായത്. അത് കഴിഞ്ഞ് നമ്മുടെ ഇപ്പം എല്ലാവരും സൂചിപ്പിച്ച കാര്യമാണ്. 2 പച്ചക്കറിക്കട 4-5 ബോക്സ് ഫ്രണ്ടിലോട്ട് വെച്ചേക്കുക, പകുതി ഭാഗത്തോളം. അപ്പോൾ അവർ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള വഴിയോര കച്ചവടക്കാരെ ഒഴിവാക്കിയാലേ ഞങ്ങളിത് മാറ്റുള്ളൂ. അത് ഒരു പാർട്ടിയുടെ 2 കച്ചവടക്കാർ തന്നെ. അപ്പം നമ്മൾ ഒരു കാര്യം നടപ്പിലാക്കാൻ അത് വഴിയോര കച്ചവടക്കാരെ ഒഴിവാക്കി നടത്തും. ഇപ്പം നമ്മൾ വൻപയാക്കിയാണ് പോകുന്നത്. വൻപയാക്കി പോകുമ്പം വഴിയോര കച്ചവടക്കാരുടെ ഇരുന്നുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും തോന്നില്ല. അപ്പം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ആദ്യം പറയുകയുണ്ടായി. എന്നിട്ട് ഇനി വരുന്നത് തീരുമാനം എടുക്കാൻ പോകുന്ന വഴിയോര കച്ചവടക്കാരെ എടുത്ത് കളയാൻ വേണ്ടി പരിപാടിയായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ തന്നെ വഴിയോര കച്ചവടക്കാർക്ക് ഉചിതമായ സ്ഥലം അവർക്ക് ഇഷ്ടപ്പെട്ട കച്ചവടം ചെയ്യാൻ പറ്റുന്ന സ്ഥലം, അല്ലാതെ കൊണ്ട് പോലീസ് സ്റ്റേഷനുകാരെ അവിടെ കൊണ്ട് വലിച്ചെറിയാനൊന്നും അവരെ കൊണ്ട് സമ്മതിപ്പിക്കുകയില്ല. അങ്ങനെ നടക്കുകയില്ല. അപ്പം അവർക്ക് ഉചിതമായ സ്ഥലം മുനിസിപ്പൽ കോംപ്ലക്സിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും കൊടുത്ത് അവർക്ക് ഉചിതമായ സ്ഥലത്തേക്ക് കൊടുക്കണം. പിന്നെ അല്ലാതെ അവരെ കൊണ്ട് അന്ന് ഇടയ്ക്ക് കൗൺസിൽ തീരുമാനം ഉണ്ടായതാണ്. അത് കാരണം ഇനി അങ്ങനെ തീരുമാനത്തിന് പോവുകയാണെങ്കിൽ പിന്നെ CPM സഹകരിക്കുകയില്ല. അവരെ CPM ആയ ട്രാഫിക് നിയമത്തിന് എതിരെന്നും പറഞ്ഞാൽ ജനം അംഗീകരിക്കാതെ ഞങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. MLA കൂടി ഇത് കഴിഞ്ഞ കമ്മിറ്റിയിലും പങ്കെടുത്തതാണ്. അത് വിട്ടുവീഴ്ച അവർക്ക് വേണ്ടി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ മഞ്ചാടിത്തുരുത്തിൽ ആധുനിക രീതിയിലുള്ള ഒരു നമുക്ക് പാർക്കിംഗ് ഗ്രൗണ്ട് 2-3 നിലയായിട്ടോ അങ്ങനെയെല്ലാം നോക്കുവാണെങ്കിൽ ഏറ്റവും നല്ല. അല്ല, അത് നമ്മൾ ആധുനിക രീതിയിലുള്ള എത്രയും ഒരു 10-50 വണ്ടിയുടെ സ്ഥലം പോലെ അവിടെ ഇല്ല. അപ്പോൾ ആധുനിക രീതിയിലുള്ളത് തന്നെ ചെയ്യണം, എങ്കിലേ ഒരു ഇതാവുകയുള്ളൂ.
അതൊരു സ്വപ്നം കണ്ടുകൊണ്ട് മുമ്പോട്ട് പോയാൽ ഏറ്റവും നല്ലതായിരിക്കുമാണ് എനിക്ക് പറയാനുള്ളത്. അതിന് കൂടുതൽ എല്ലാവരും പറഞ്ഞു തന്നെ എല്ലാവരുടെ ആവശ്യമാണ്. ഇപ്പോൾ ഈരാറ്റുപേട്ടയുടെ ട്രാഫിക് പരിഷ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു പറിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. UDF LDF കുറ്റം പറയും, UDF കുറ്റം പറയും, SDF പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കുറ്റം മാത്രം. എന്നാൽ ഈരാറ്റുപേട്ടയുടെ ട്രാഫിക് പരിഷ്കാരത്തിന് ആരും ഒരു നല്ലൊരു ഗുണം പറയുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരുന്ന ഇന്ന് നമുക്ക് വൈകിട്ട് വരെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ ഒരു നിർദ്ദേശം പ്രകാരം എന്ന് പറഞ്ഞാൽ ഈരാറ്റുപേട്ടയുടെ ട്രാഫിക്കിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു വെയിറ്റിംഗ് ഷെഡാണ്. ഏതാ നെയ്നാരുള്ളിയുടെ ഫ്രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന വെയിറ്റിംഗ് ഷെഡാണ്. ആ വെയിറ്റിംഗ് ഷെഡ് അവിടെ ഉള്ളിടത്തോളം കാലം നമ്മൾ എത്ര തീരുമാനം എടുത്താലും ഇവിടെ ട്രാഫിക് ഒഴിയുകയില്ല. അത് അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ ട്രാഫിക് സംവിധാനത്തിന് എന്നും ഒരു ശാശ്വത പരിഹാരമാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളെല്ലാം ഒരേ തീരുമാനം എടുത്ത് പിന്നെ 2-3 വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാലൊന്നും തീരുമാനം ഉണ്ടാകില്ല. ഇതിൻ്റെ അകത്ത് സീരിയസ് ആയിട്ട് എല്ലാവരും എടുക്കേണ്ട ഒരു വിഷയമാണിത്. ആ വെയിറ്റിംഗ് ഷെഡ് അവിടെ നിന്ന് മാറ്റാതെ എത്ര നമ്മളിവിടെ തീരുമാനം എടുത്താലും, നിങ്ങൾ തീരുമാനം എടുത്തോ, എന്ത് തീരുമാനം എടുത്താലും ഇത് ആ ബസ് സ്റ്റോപ്പ് ഉള്ളപ്പം ബസ് കൊണ്ടായിരുന്നു, അതിൻ്റെ പറയും ഓട്ടോഷക്കാർ കൊണ്ടായിരുന്നു. ഇന്ന് നമ്മൾ തീരുമാനം എടുക്കും, 2 ദിവസം പോലീസിലേക്കും അല്ല, നമ്മുടെ നെയ്നാരുപള്ളിയിലത്തെ ഫ്രണ്ടിലത്തെ ബസ് സ്റ്റോപ്പിൻ്റെ പുളിക്കൽ മാളിൻ്റെ ഫ്രണ്ടിലത്തെ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യമാണ് പറയുന്നത്. 2 ദിവസം പോലീസിലേക്കും, 3-ാം പക്കം പഴയതിനും പിന്നത്തെ ദിവസം. അതുകൊണ്ട് ഐക്യണ്ണൻ, എൻ്റെ ഒരു അപേക്ഷയാണ്, ഐക്യണ്ണൻ ആ വെയിറ്റിംഗ് ഷെഡ് അവിടെ നിന്ന് മാറ്റുന്ന ഒരു തീരുമാനം ഈ ട്രാഫിക് കമ്മിറ്റിയിൽ ഒരു തീരുമാനം ഉണ്ടായെങ്കിൽ മാത്രമേ ഈരാറ്റുപേട്ടയുടെ ട്രാഫിക് നേരെയാവുള്ളൂ. അല്ലാത്ത പക്ഷം ബസ് സ്റ്റാൻഡ് വേണ്ട, ബസ് സ്റ്റാൻഡ് തൊട്ടടുത്തല്ലേ, എന്തിനാണ് അവിടെ ഒരു ബസ് സ്റ്റോപ്പ്? എന്തിനാണ് അവിടെ ബസ് പാർക്ക് ചെയ്തെടുത്ത കാലം ബസ് ഇവിടുത്തെ ട്രാഫിക് മാറുകയല്ല. അതിന് ഞാൻ തറപ്പിച്ച് പറയുകയാണ്. അതിനകത്ത് രാഷ്ട്രീയമോ വേറെ ഒരു ഉദ്ദേശത്തോടുകൂടി പറയുന്നില്ല. അത് ഒരു കാലാകാലങ്ങളായിട്ട് ഓരോ പരിഷ്കാരങ്ങൾ വരുമ്പോഴത് ഓർഡറുകളൊക്കെ മാറിയാലേ നന്നാവുള്ളൂ. ഈരാറ്റുപേട്ടയുടെ പുരോഗതിയാണ് എല്ലാവരും ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അത് അവിടെ നിന്ന് മാറിയാൽ മാത്രമേ ഇവിടുത്തെ ട്രാഫിക് ഇവിടുത്തെ ബ്ലോക്ക് മാറുള്ളൂ. ട്രാഫിക് കമ്മിറ്റി നമ്മൾ നിരന്തരമായിട്ട് കൂടുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ കമ്മിറ്റി കൂടി എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കിയാൽ തന്നെ പകുതി ട്രാഫിക് പ്രോബ്ലം ഈരാറ്റുപേട്ടയിൽ അവസാനിക്കും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അത് കൃത്യമായിട്ട് നടപ്പാക്കിയാൽ മതി. ഒന്ന് അവിടുന്ന് വരുന്ന ഗോസ്വേ, അതുപോലെ തന്നെ അഹമ്മദ് ഉൽക്കർ നഗറിലേക്ക് ഇറങ്ങുന്ന ആ ഇറക്കം, അതും ഒഴിവാക്കിയാൽ തന്നെ പല ഗതാഗത പ്രശ്നവും അവസാനിക്കും. പിന്നെ മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്, ഈരാറ്റുപേട്ടയിൽ 17 ഓട്ടോ സ്റ്റാൻഡുകളുണ്ട് ഇപ്പം നിലവിൽ ഓട്ടോ ഓടുന്ന 17 ഓട്ടോ സ്റ്റാൻഡുകളുണ്ട്. ഈ ഓട്ടോ സ്റ്റാൻഡുകൾ കൂടാതെ ഈ കുറച്ച് വാഹനങ്ങൾ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ വണ്ടിക്കച്ചവടക്കാരുടെ ഓട്ടോകൾ എടുത്തുകൊണ്ട് വന്ന് ടൗണിൽ കിടന്ന് കറങ്ങുന്ന കുറേ ആളുകൾ മാത്രമേ ഇവിടെ ഗതാഗത തടസ്സം ഉണ്ടാകുന്നുള്ളൂ. മറ്റ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുഴുവൻ സ്റ്റാൻഡിൽ തന്നെ കിടന്നുകൂടുന്ന ആളുകളാണ്. അപ്പം കൃത്യമായിട്ട് നഗരസഭ ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് കളൻ നമ്പരും പെർമിറ്റ് നമ്പരും സ്റ്റാൻഡ് നമ്പരും കൊടുത്തിരുന്നു. ആ ഒരു സംവിധാനം ID കാർഡ് അടുപ്പിച്ചു അത് കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് ഈരാറ്റുപേട്ടയിൽ എത്ര ഓട്ടോകൾ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിജപ്പെടുത്തി ഇനിയുള്ള ഭാവിയിലെങ്കിലും അത് കൃത്യമായിട്ട് നമ്മുടെ രേഖകളിൽ ഉണ്ടാകണം. മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഗവൺമെൻറ് LP സ്കൂളാണ് ഈരാറ്റുപേട്ട. കുഞ്ഞു കുട്ടികൾ പഠിക്കുന്നതാണ്, 900ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഗവൺമെൻറ് സ്കൂളും കൂടിയാണ് ഈരാറ്റുപേട്ട ഗവൺമെൻറ് LP സ്കൂൾ. ആ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽ കൂടി പെടുത്താനാണ്. അവിടെ സ്ഥിരമായിട്ട് ഇപ്പോൾ പൂഞ്ഞാർ ഈരാറ്റുപേട്ട പാല ഹൈവേ ആണ്, ഏറ്റുമാനൂർ പൂഞ്ഞാർ ഹൈവേ ആണ്. ആ ഹൈവേയുടെ ഓരത്തുള്ള സ്കൂളാണ്, കുട്ടികൾ പഠിക്കുന്നതാണ്. അപ്പം കൃത്യമായിട്ട് അവിടെ വാഹനങ്ങൾ അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട് നിരന്തരമായിട്ട്. അപ്പം അതിനൊരു സൂചനാ ബോർഡും അല്ലെങ്കിൽ ഹമ്പ് പോലെയുള്ള സംവിധാനം, വാഹനങ്ങൾ വേഗത കുറച്ച് പോകാനുള്ള ഒരു സംവിധാനം നമ്മുടെ നഗരസഭ ഇതുമായി ബന്ധപ്പെട്ടെടുക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ കാതിരാക്ക ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഈരാറ്റുപേട്ടയിലെ ട്രാഫിക് പരിഷ്കരണത്തിന് നമ്മുടെ വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ഉദ്യോഗസ്ഥരും നഗരസഭയുടെ അധികൃതരും എല്ലാവരും കൂടി ഇപ്പം MLA പങ്കെടുത്തിരിക്കുന്ന ഒരു യോഗം കൂടിയാണ്. ക്രിയാത്മകമായ നടപടികളും തീരുമാനങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പം നമ്മൾ ഈ എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായി നടപ്പാക്കുകയാണെങ്കിൽ അതിനോടൊപ്പം CPM 100% ആത്മാർത്ഥമായിട്ട് ഉണ്ടായിരിക്കുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കൗൺസിലർ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ ഒരു നഗരസഭാ സംവിധാനം വിളിച്ചു ചേർക്കുന്ന ആരെയും മണ്ടന്മാരാക്കാനല്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 7 തീരുമാനങ്ങൾ നമ്മൾ ഏകദേശം 1 മാസത്തോളം ആ കഴിഞ്ഞ ട്രാഫിക് കമ്മിറ്റിയിലെ തീരുമാനം നടപ്പിലാക്കിയതാണ്. ആ തീരുമാനം നടപ്പിലാക്കി വീണ്ടും പല ഘട്ടങ്ങളിലായിട്ടല്ലേ പല രീതിയിലുള്ള
പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള സ്ട്രെങ്ത് ഇല്ലാതെയോ എന്തൊക്കെ കുറേയധികം പ്രശ്നങ്ങൾ കൊണ്ട് അത് തകരാറിലായത്. അത് നമ്മൾ കുറച്ച് പേരെ ഇവിടെ വെച്ച് ഒരു മണ്ഡല യോഗമല്ല വിളിച്ചത്, ഇതൊരു ഔദ്യോഗികമാണ്. പലപ്പോഴായിട്ട് പല ഭരണകർത്താക്കളും പല പ്രാവശ്യം ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതും കൂടെ ആമുഖമായിട്ട് മാത്രം സൂചിപ്പിക്കേണ്ടത്. പിന്നെ നമുക്കിപ്പോൾ ഓട്ടോക്കളത്തിൻ്റെ 17 ദിവസം പറഞ്ഞു, അതൊന്നുകൂടെ ഒന്നുകൂടെ എനിക്ക് ആ ഫയൽ പഠിക്കേണ്ടത്. കാരണം നമുക്ക് ഓൾറെഡി 13 പിന്നെ പ്ലസ് ഒരു 3 or 2 കൂടെ കൂടുതലായിട്ട് ചേർത്തിട്ടുള്ളായിരുന്നു. അപ്പം കൃത്യമായിട്ട് ഓട്ടോ കളവും കൃത്യമായിട്ട് അറിയാം, അത് ഫയലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നുകൂടെ വെരിഫൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നമുക്ക് ആ രീതിയിൽ ഓരോ കളത്തിനും നമ്പറും കൊടുത്തിട്ട് ആവശ്യമുള്ള കാര്യങ്ങളൂടെ സൂചിപ്പിക്കാമെന്ന് മാത്രം സാർ പോകുന്നതിന് മുമ്പ് പറഞ്ഞു. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം നിങ്ങൾ എറണാകുളത്തൊക്കെ പോകുന്ന ആൾക്കാരെല്ലാവരും നിങ്ങൾ അവിടെ ഈ ബ്ലോക്ക് അറിയാത്തതെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സിഗ്നൽ വെച്ച് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ബ്ലോക്കായിട്ട് കൂട്ടുന്നില്ല. ഇവിടെ നമ്മൾ സിഗ്നലൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഉണ്ടാകുന്ന ചെറിയ ബ്ലോക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് മാത്രം ഭീകരമായൊരു ട്രാഫിക് ബ്ലോക്കൊന്നും ഈ പേട്ടയിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം അരൂര് 1 മണിക്കൂറൊക്കെ ബ്ലോക്ക് സാറേ, തുറവൂരിന്ന്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടാകും, അത് നമുക്ക് പരിഹരിക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പം നമ്മുടെ പുതിയ SI വന്നതിന് ശേഷം എല്ലാവരും അസ്വസ്ഥരാണ്. ഗ്രൂപ്പിലൊക്കെ അങ്ങനെ തെറിവിളിക്കുന്നുണ്ട്. ഞാനിത് അറിയാവുന്നതാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 15 അപകട കേസുകൾ, അതിലൊരു 3 മരണം ഉണ്ടാകും. 5 കേസാണ് ആ മനുഷ്യൻ വന്നതിന് ശേഷം ഈ കഴിഞ്ഞൊരു മാസം ഉള്ളതൊന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നിങ്ങളുടെ കുട്ടികൾ 10 പേര് സേഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ, അപ്പം ഇതിനൊരു 2 വശമുണ്ട് എന്ന് പറയണം. ബാക്കിയെല്ലാം നമ്മൾ ഫുൾ സപ്പോർട്ടായിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഉയർന്ന ധാരാളം നിർദ്ദേശങ്ങളുണ്ട്, അതിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളെല്ലാം ക്രോഡീകരിച്ച് പിന്നെ ഇനി ആർക്കെങ്കിലും കൂടുതലായിട്ടുണ്ടെങ്കിൽ എഴുതി കൊടുക്കാൻ അവസരവും ഉണ്ട്. 1-2 ദിവസത്തിനോ എഴുതി കൊടുക്കുക. മുനിസിപ്പൽ കൗൺസിൽ അത് വിശദമായി ചർച്ചയ്ക്ക് ശേഷം അതിനകത്ത് സ്വീകാര്യമായതും കൗൺസിലിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുണ്ട്, എല്ലാ മേഖലയെ പ്രതിനിധിക്കുന്ന ജനപ്രതിനിധിയുണ്ട്. കൗൺസിലിൻ്റെ ഒരു യുനാനിമസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ്റെ അടിസ്ഥാനത്തിൽ ഈ ട്രാഫിക് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ അന്തിമമാക്കുക. അതിൽ പ്രധാനപ്പെട്ടത് മാത്രം, എല്ലാ കാര്യങ്ങളിലേക്കും പരാമർശം തന്നെ ഞാൻ മുഴുവൻ നോട്ട് ചെയ്തിട്ടുമില്ല. പ്രധാനപ്പെട്ടത് ഇപ്പം എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് തീരുമാനിച്ചു പോകാം. മറ്റ് കൂട്ടിച്ചേർക്കേണ്ടതൊക്കെ മുനിസിപ്പൽ കൗൺസിലിനെ നമ്മൾ ചുമതലപ്പെടുത്തുന്നു. കൗൺസിൽ ഇവിടെ ഉയർന്ന നിർദ്ദേശങ്ങളിൽ ഇനി ആരെങ്കിലും എഴുതി കൊടുക്കുന്നുണ്ടെങ്കിൽ അതും കൂടി പരിശോധിച്ചതിന് ശേഷം അന്തിമമാക്കിയാൽ നമുക്കത് കൃത്യമായി നടപ്പിലാക്കണം. അപ്പോൾ എനിക്ക് ഇവിടെ പ്രധാനപ്പെട്ടതായി ഉയർന്നു വന്ന കാര്യങ്ങൾ എനിക്കൊന്ന് എടുത്തു പറയാനുള്ളത്, ആദ്യം മുൻ കമ്മിറ്റിയുടെ കാലത്ത് 7 തീരുമാനങ്ങൾ എല്ലാവരും അംഗീകരിച്ചത് ഉണ്ട്. അത് ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കുകയാണ്. അതിനകത്ത് എന്തെങ്കിലും ഭേദഗതിയോ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ ഇപ്പം ചെയ്യണം, ഇല്ലെങ്കിൽ പിന്നെ അത് നമുക്ക് തൊട്ടടുത്ത ദിവസം മുതൽ നടപ്പിലാക്കേണ്ടി വരും. അപ്പോൾ ആരും അതിനകത്ത് അനിഷ്ടം ഭാവിച്ചിട്ടോ എതിർത്തിട്ടോ കാര്യമില്ല. അത് നിയമവിധേയമായി തന്നെ പോലീസും മോട്ടോർ വാഹന വകുപ്പും നഗരസഭയും ചേർന്ന് നടപ്പിലാക്കിയിരിക്കും. അതിനെ ആരും നമുക്ക് എതിർക്കാൻ വരരുത്. ഒന്ന്, മാർക്കറ്റ് റോഡിൽ നിന്ന് കുരിക്കൽ നഗറിലേക്ക്, അതായത് അത് 1 വേ ആക്കുന്നു. താഴോട്ട് ഇറങ്ങി ഇവിടെ നിന്ന് ഈ റോഡിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ പാടില്ല, അത് 1 വേ ആക്കുന്നു. അതിനാർക്കും എതിർപ്പില്ലല്ലോ. അപ്പോൾ അത് ഒന്നാമത്തെ തീരുമാനമായിട്ട് തന്നെ എടുക്കുന്നു. അങ്ങോട്ട് പോകാം, ഇങ്ങോട്ട് കയറാം. അതായത് മെയിൻ റോഡിൽ നിന്ന് പിന്നെ ഇറങ്ങാം. അതിൻ്റെ അകത്ത് നമുക്ക് പിന്മാറ്റം ഇപ്പം നല്ല വീതി കൂട്ടിയിട്ട് പിന്മാറ്റം വഴിക്ക് ഇറങ്ങി വീണ്ടും റൗണ്ടിൽ തിരിച്ചു വരാം. റൗണ്ടിൽ വരാം, പിന്മാറ്റം വഴിക്ക് തിരിച്ചു വരാം. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? അതായത് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയം വണ്ടികൾ പോകുന്ന സ്ഥിതി ഉണ്ടാവാൻ പാടില്ല. മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറാം, പക്ഷെ തിരിച്ചിറങ്ങല്ല. പക്ഷെ തിരിച്ച് എന്നാ പിന്മാറ്റിൻ്റെ അതിലെ ഇറങ്ങി വീണ്ടും കറങ്ങി വരാം. അല്ല, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രായോഗികമായിരിക്കണം. ഇത് ജനങ്ങൾക്ക് ഉപകാരത്തിനാണ്, അത് അവസാനം ജനങ്ങൾക്ക് ദുരിതത്തിനായി മാറരുത്. അതിൽ തർക്കമില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഇസ്മായിലേ, ഇങ്ങോട്ട് കയറി വരാൻ സ്ഥാപിച്ചാൽ ഓക്കെ, എല്ലാ കാലത്തും ചെയ്താൽ പിന്നെ
ഞാനൊന്ന് വ്യക്തമാക്കണം. ദയവായിട്ട് മിനിറ്റ് എല്ലാവരും ഒന്ന് നിശബ്ദരാകുക. അതായത് ഇപ്പൊ നമ്മൾ തത്വത്തിലൊരു തീരുമാനം എടുക്കുക. അത് നഗരസഭയും ജനപ്രതിനിധികളും ആവശ്യമായ പരിശോധനയും കൂടിയാലോചനയും നടത്തി കൃത്യമായ ബോർഡ് വെക്കുകയും അതിനിപ്പോ പറഞ്ഞ പോലെ എന്തെങ്കിലും തടസ്സം നോ പാർക്കിങ്ങോ അല്ലെങ്കിൽ നോ എൻട്രിയോ അതെല്ലാം പ്രായോഗികമായി ചെയ്യുമ്പോൾ ഇതിന്റെ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് നമ്മളൊരു ജനറൽ ഡിസിഷൻ ഇവിടെ എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ബാക്കി ഓരോ കാര്യങ്ങളും അങ്ങോട്ടിറങ്ങാം ഇങ്ങോട്ടിറങ്ങാം അവിടെ ബോർഡ് വെക്കണം അത്തരം കാര്യങ്ങൾ പിന്നെ വിശദമായി ചർച്ച ചെയ്ത് ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന നാട്ടിന്റെ ഗുണത്തിനും ജനങ്ങളുടെ ഉപകാരത്തിനുമല്ലേ. അപ്പൊ അതിന് ഉപകരിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ തത്വത്തിലൊരു തീരുമാനം എടുക്കുന്നു. അത് ഒരു പരിധി വരെ വൺ വേ ആക്കുന്നു. രണ്ടാമത്തേത് തെക്കേക്കര കോസ്വേയിൽ നിന്നുള്ള വാഹനങ്ങൾ ഇടത്തേക്ക് തിരിഞ്ഞ് സെൻട്രൽ ജംഗ്ഷൻ ചുറ്റി മാത്രം മാർക്കറ്റ് റോഡിലേക്കും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്കും അതേക്കുറിച്ച് എന്ത് പറയുന്നു? എല്ലാവർക്കും അത് ആവശ്യമാണ്. അപ്പൊ അതിനകത്ത് ഞാൻ ഈ പറഞ്ഞൊരു കാര്യം കൂടെ ആഡ് ചെയ്തോളുക. തെക്കേക്കര എന്നുള്ളത് വൺ വേ ആക്കുക. എന്ത് പറയുന്നു? വൺ വേ ആക്കുക. നടന്നു പോകുന്നവർക്ക് കുഴപ്പമില്ല അനസേ, നടക്കുന്നവർക്ക് കുഴപ്പമില്ല. വണ്ടി നടന്നരുത്, അങ്ങോട്ട് നടക്കരുത്, ആരെങ്കിലും പറയാൻ പറ്റുമോ? അതല്ല. പക്ഷെ അങ്ങനെ ഓരോരുത്തരുടെയും സൗകര്യം നമ്മൾ നോക്കിയാൽ വീണ്ടും കൺജഷൻ ആവും. അനസേ, അത് ശകലം ചുറ്റി പോട്ടെ. 100-150 മീറ്ററിന്റെ കാര്യമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അത് വൺ വേ ആക്കാൻ തന്നെ തീരുമാനിക്കുക. പാലായിലല്ല, പല നഗരത്തിൽ 2-3 കിലോമീറ്റർ വൺ വേ. ഇത് 150 മീറ്റർ ഒന്ന് കറങ്ങണമെന്നുള്ളു. ശരി, ഒരു കാര്യം ചെയ്യും. 2 വീലർ അനസേ, ഇപ്പൊ പോലീസ് ഒരു ഭാഗത്താണ് 2 വീലർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും 2 വീലർ ഒഴികെയുള്ള എല്ലാ വാഹനങ്ങൾക്കും വൺ വേ. അതായത് CCM പമ്പിന്റെ പുറകിൽ നിന്ന് ഇങ്ങോട്ട് വരാം, ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല. അപ്പൊ 2 വീലറിന് ഓക്കെ. 2 വീലറും കാൽനടയ്ക്ക് പിന്നെ ഒരിക്കലും അത് തടസ്സമല്ല. അപ്പൊ 2 വീലറിന് ഓക്കെ. അപ്പൊ ബോർഡ് വെക്കുമ്പോൾ മുനിസിപ്പാലിറ്റി പ്രത്യേകം ശ്രദ്ധിക്കണം. സെക്രട്ടറി, ബോർഡ് വെക്കുമ്പോൾ 2 വീലർ വാഹനങ്ങൾ ഒഴികെയുള്ള വാഹനങ്ങൾ ഒക്കെ ഇത് വൺ വേ ആയി നിജപ്പെടുത്തിയിട്ടുള്ളതിനാൽ വൺ വേ ആണ്. എക്സംഷൻ ഉണ്ടെന്ന് നോട്ട് ചെയ്യണം. മൂന്നാമത്തേത്, കുരുക്കൽ നഗറിന് മുന്നിലുള്ള സ്റ്റോപ്പിലെ ബസ്സുകളുടെ അനധികൃത പാർക്കിങ്ങും ഓട്ടോറിക്ഷകളുടെ കറക്കവും പൂർണ്ണമായി ഒഴിവാക്കുക. അതിനും തർക്കമില്ല. അതിനകത്തൂടെ സജീർ പറഞ്ഞ പോലെ അപ്പൊ ഇവിടെ എടുക്കുന്ന തീരുമാനം ലംഘിച്ചതിന്റെ പേരിൽ ഓട്ടോറിക്ഷ പിടിക്കുമ്പോ സ്വാധീനിക്കാൻ ചെല്ലരുത്. അല്ല അതിനകത്തെ അല്ല ഇസ്മായിലെ നിർത്തിക്ക്. അതിനകത്ത് ഒരു കാര്യം ഞാനൊന്ന് കൂട്ടിച്ചേർത്തിട്ട്, ഇവിടെ സജീർ പറഞ്ഞ ഒരു നിർദ്ദേശം നമുക്ക് ഗൗരവമായി ഈ കമ്മിറ്റി തീരുമാനിക്കേണ്ട, ഗൗരവമായി പരിശോധിക്കണമെന്നാണ് എൻ്റെ ഒരു നിർദ്ദേശം. നമുക്ക് അത് സ്ഥായിയായിട്ട് അത് ഒഴിവാക്കുന്ന കാര്യത്തെക്കുറിച്ച് ഗൗരവമായി പരിശോധിക്കണം. മുനിസിപ്പൽ കൗൺസിൽ ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യാം. വേണമെങ്കിൽ നമുക്കൊന്ന് അടുത്ത ദിവസം ഒന്ന് വിസിറ്റ് ചെയ്ത് ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാകുമെങ്കിൽ, യുനാനിമസ് ആയ ഒരു ഡിസിഷൻ ഉണ്ടാകുമെങ്കിൽ. അതുമായി ബന്ധപ്പെട്ട് 35 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹൈക്കോടതി വിധി ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തിൽ ഇങ്ങനെയുമായി ബന്ധപ്പെട്ട എല്ലാ വിധികളും ഹൈക്കോടതിയും എല്ലാം പുനഃപരിശോധിച്ചിട്ടുണ്ട്. നഗരസഭ ഒരു ട്രാഫിക് കമ്മിറ്റി ഔദ്യോഗികമായ തീരുമാനം കൊടുത്താൽ ഉറപ്പായിട്ട് അതിന്റെ കോപ്പ് കൊടുത്താൽ അന്നേരം അത് ഒഴിവായി പോകും. അത് ഞാൻ നഗരസഭയോട് നിർദ്ദേശിക്കുകയാണ്. അടുത്ത നഗരസഭയുടെ അജണ്ടയിൽപ്പെടുത്തി ചർച്ച ചെയ്യുകയും യുനാനിമസ് ആയിട്ട് ഒരു ഡിസിഷൻ ഉണ്ടായാൽ പതുക്കെ അത് ഒഴിവാക്കുന്ന കാര്യം ഗൗരവമായി ചിന്തിക്കണം. മാർക്കറ്റിൽ നിന്നുള്ള വാഹനങ്ങൾ അത് ഓൾറെഡി പറഞ്ഞതിന്റെ ഭാഗം. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുന്ന ബസ്സുകൾ അനധികൃതമായി ടൗണിൽ സ്റ്റോപ്പ്, അതായത് ഇപ്പം മുമ്പ് പറഞ്ഞ MBI, അതായത് ടൗണിനുള്ളിലെ ബസ് സ്റ്റോപ്പുകൾ സംബന്ധിച്ച് ഒന്നുകൂടെ പരിശോധന നടത്തി കൃത്യമായ ഒരു പ്രപ്പോസൽ 15 ദിവസത്തിനകം മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കണം. ആ പ്രപ്പോസലിന്റെ വെളിച്ചത്തിൽ മുനിസിപ്പൽ കമ്മിറ്റി ചർച്ച ചെയ്ത് ആവശ്യമെങ്കിൽ ഈ ട്രാഫിക് കമ്മിറ്റി ഒന്നുകൂടെ വിളിച്ചു കൂട്ടി നമുക്ക് ആലോചിച്ചതിന് ശേഷം ബസ് സ്റ്റോപ്പുകൾ ഒന്നുകൂടെ പുനഃക്രമീകരിക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് പരിശോധിക്കാൻ മോട്ടോർ വാഹന വകുപ്പിനെ ചുമതലപ്പെടുത്തുന്നു. ഇത്രയാണ് പഴയ തീരുമാനങ്ങൾ. പുതിയ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ചില കാര്യങ്ങൾ നിർദ്ദേശിച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണ്. ഒന്ന്, ഈ ടൗണിനുള്ളിലെ പ്രധാന റോഡുകളിലെ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റിയിലെ റിംഗ് റോഡുകൾ വികസിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റ് MLAയും MPയെ സഹകരിപ്പിച്ച് MPയും മുനിസിപ്പാലിറ്റിയും ചേർന്ന് നടപ്പിലാക്കാൻ തത്വത്തിൽ തീരുമാനിക്കുന്നു. അതിൽ ഉൾപ്പെടുത്തേണ്ട റോഡുകൾ പരിശോധിക്കുന്നതിനും
അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും അസിസ്റ്റന്റ് എഞ്ചിനീയറെ ചുമതല എന്ന് പറഞ്ഞപ്പോൾ നമുക്കിപ്പം ഏതാനും മാസങ്ങൾക്കുള്ളിൽ പറ്റിയാലും ഒരു പക്ഷേ 2025 പദ്ധതിക്കകത്തൊക്കെ, കാരണം മുനിസിപ്പാലിറ്റിക്കൊക്കെ ഞങ്ങൾക്കെല്ലാം ഒരിക്കലേ ഫണ്ട് കിട്ടുള്ളൂ വർഷത്തിൽ. അപ്പോൾ അടുത്ത പദ്ധതിയിലെങ്കിലും നടപ്പിലാക്കാവുന്ന വിധത്തിൽ ഒരു റിംഗ് റോഡ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആയിട്ട് ഇന്ന റോഡുകൾ പെടുത്തി ആ റോഡുകളെല്ലാം കൊണ്ട് ഡെവലപ്പ് ചെയ്ത് ഏതെങ്കിലുമൊക്കെ സ്കീമിൽ പെടുത്തി അത് ഒരു ഭാവിയെ കണ്ടുകൊണ്ടുള്ള ഒരു വസ്തു. പിന്നെ ഉള്ളത് എല്ലാ വാഹനങ്ങൾക്കും പാർക്കിംഗ് സ്ഥലം വളരെ പ്രധാനപ്പെട്ട ഇവിടെ വന്നൊരു നിർദ്ദേശമാണ്. സ്റ്റാൻഡുകൾ, ഓട്ടോ സ്റ്റാൻഡുകളും ലോറി സ്റ്റാൻഡുകളും എല്ലാം നിശ്ചയിച്ച് അതിന് സ്റ്റാൻഡ് പെർമിറ്റ് മുനിസിപ്പാലിറ്റി കൊടുക്കണം. സ്റ്റാൻഡ് പെർമിറ്റ് കൊടുത്താൽ ഇപ്പം ഇവിടെ വടക്കേക്കരയിലെ ഒരു സ്റ്റാൻഡാണ് വടക്കേക്കര 14-ാം നമ്പർ സ്റ്റാൻഡിലെ 1-ാം നമ്പർ ഓട്ടോ, 2-ാം നമ്പർ ഓട്ടോ, അതിന് എന്നിട്ട് അവിടെ അതിൽ മറ്റേ മോട്ടോർ വാഹന വകുപ്പ് രജിസ്ട്രേഷൻ KL 35-ഉം 34-ഉം കൊടുക്കുന്നത് പോലെ തന്നെ ഇത് പിന്നെ വടക്കേക്കര സ്റ്റാൻഡ് പെർമിറ്റ് നമ്പർ 1 അങ്ങനെ കൊടുക്കണം. നഗരസഭയുടെ ഇത് വെച്ച് അങ്ങനെ കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനധികൃതമായി വെളിയിൽ നിന്ന് വന്ന് ഓടുന്ന ഓട്ടോറിക്ഷകളുടെ ഓട്ടം നിൽക്കും. ഇനി അവരെങ്ങനെ ഓടുന്നെങ്കിലും സ്റ്റാൻഡിൽ കിടന്ന് ടൗണിനകത്തൂടെ വന്ന് കോടതി സ്റ്റേ അംഗീകരിക്കാതിരിക്കാൻ പറ്റിയല്ല. അത് നമുക്ക് വേറെ പരിശോധിക്കാം. നമുക്കിവിടെ ട്രാഫിക് കമ്മിറ്റി നമുക്ക് അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റിയല്ല, കോടതി ഉത്തരവ് അംഗീകരിക്കാതെ. അല്ല കാര്യം അത് നമുക്ക് ആലോചിക്കാം. ഇപ്പൊ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നഗരത്തിലുള്ള എല്ലാ ഓട്ടോറിക്ഷയ്ക്കും ഓടാൻ അവസരം കൊടുക്കണം. അവർക്ക് സ്റ്റാൻഡ് കൃത്യമായി നിശ്ചയിച്ചു കൊടുക്കാനും സ്റ്റാൻഡ് പെർമിറ്റ് കൊടുക്കാനും നിശ്ചയിക്കുന്നു. അതിന് നഗരസഭ നേതൃത്വം കൊടുക്കണം. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, PW കാരണം റോഡ് PW ഈ 3 ഡിപ്പാർട്ട്മെന്റുകളും അക്കാര്യത്തിൽ നിങ്ങളുടെ നോ ഒബ്ജക്ഷനും നിങ്ങളുടെ പ്രപ്പോസലും കൊടുക്കണം. ഈ 3 ഡിപ്പാർട്ട്മെന്റുകളുടെയും നോ ഒബ്ജക്ഷന്റെയും പ്രപ്പോസലിന്റെയും അടിസ്ഥാനത്തിൽ നഗരസഭ നഗരത്തിലെ ടാക്സി സ്റ്റാൻഡുകൾ, ഓട്ടോ സ്റ്റാൻഡ്, ലോറി സ്റ്റാൻഡ്, പിക്കപ്പ് സ്റ്റാൻഡ് എല്ലാം നിശ്ചയിച്ച് നൽകുകയും സ്റ്റാൻഡ് പെർമിറ്റ് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ടതാണ്. പിന്നെ മറ്റൊന്ന് പേ ആൻഡ് പാർക്കുകൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മുനിസിപ്പാലിറ്റി പരിശോധിക്കും. മഞ്ചാടിത്തുരുത്തിലെ ഒരു കാര്യം, മഞ്ചാടിത്തുരുത്തിൽ വികസിപ്പിക്കുന്നതിന് 2 കാര്യം വേണം. ഒന്നത് റവന്യൂ ഭൂമിയാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നോ ഒബ്ജക്ഷൻ അത് വാങ്ങിക്കാം, നോ ഒബ്ജക്ഷൻ വേണം. 2 അവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് നിർമ്മിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്റ്റേജിന് വേണ്ടി ഒരു 5-6 സെന്റ് സ്ഥലം വേണ്ടി, ബാക്കി പരിപാടികൾ നടക്കുന്ന സമയത്ത് അവിടെ ഇത് ഉപയോഗിക്കാൻ, പരിപാടി എപ്പോഴേലും ഉള്ളപ്പം അതൊക്കെ പിന്നെ ഉണ്ടാക്കിയ മുനിസിപ്പാലിറ്റിക്കാണ് വിട്ടുകൊടുക്കുന്നത്. നിയന്ത്രണവും ഉത്തരവാദിത്വം മുനിസിപ്പാലിറ്റിക്കാണ്. അങ്ങനെ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്, ആയില്ല, മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം ഒരു ചെറിയ തടസ്സം, പരിപാടികൾ നടക്കും. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി റവന്യൂ വകുപ്പിന്റെ അനുമതിയോടുകൂടി നഗരസഭയുടെ നേതൃത്വത്തിൽ മഞ്ചാടിത്തുരുത്തിൽ ഒരു പാർക്കിംഗ് സംവിധാനം ഒരുക്കാൻ നിശ്ചയിച്ചു. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി റവന്യൂ വകുപ്പിന്റെ അനുമതിയോടുകൂടി, കാരണം ഭൂമി റവന്യൂ ഭൂമിയാണ്. അപ്പോൾ റവന്യൂവിന്റെ NOC വേണ്ടി വരും, അത് വാങ്ങിക്കാം നമുക്ക്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ അതില്ലേ. പിന്നെ അധികൃത സ്റ്റോപ്പുകളിൽ മാത്രമേ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ. പിന്നെ അപ്പോൾ പൊതുവായിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ എടുത്ത തീരുമാനങ്ങളും പിന്നീട് പലരും ഇവിടെ നിർദ്ദേശിച്ചതിൽ നിന്ന് നല്ല സജഷൻസ് ഉണ്ട്. ഞാൻ ഓരോന്നും റിപ്പീറ്റ് ചെയ്തില്ലെന്നുള്ളേ ഉള്ളൂ. അതെല്ലാം കൂടി ക്രോഡീകരിച്ച് ഈ ട്രാഫിക് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് വിശദമായ തീരുമാനമായി എടുക്കുന്നതിന് മുനിസിപ്പാലിറ്റിയെ ചുമതലപ്പെടുത്തുന്നു. പിന്നെ ദൂരവ്യാപകമായിട്ട് നമുക്കുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ഒഴിവാക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ അഭിപ്രായ രൂപീകരണത്തിന്റെ വെളിച്ചത്തിൽ മുന്നോട്ട് പോകുന്നതിനും തീരുമാനിച്ചു. എൻ്റെ വാക്കുകൾ ഏറ്റവും മിനിമം തീരുമാനം നടത്തും. അതിന് മുമ്പായിട്ട് ബോർഡുകളും മറ്റു കാര്യങ്ങളും പിന്നെ കച്ചവടം ചെറിയ സെക്കൻഡ് ഡിസ്കഷൻ എല്ലാതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തും. എമർജ് ഐ ആൻഡ് ENT ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, ഈരാറ്റുപേട്ട. മറ്റക്കൊമ്പന ജ്വല്ലറി, PP റോഡ്, ഈരാറ്റുപേട്ട.